പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാർന്ന് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ,
അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദരരോഗങ്ങൾ, രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ, കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. നമ്മൾ ഇന്ന് കാണുന്ന വരം വ്യാഖ്യാന വരവാണ്. വ്യാഖ്യാന വരം എന്ന് പറയുന്നത് ദൈവം തൻ്റെ ഉദ്ദേശങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ നമുക്കത് വ്യാഖ്യാനിക്കാൻ പറ്റണം. അത് വ്യാഖ്യാനിക്കാൻ പറ്റും. അത് 1 Corinthians 2:9 എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തുന്നു. അപ്പൊ ഈ ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ എന്തുണ്ടെന്ന് അറിയാവാ? യേശുക്രിസ്തുവിന്റെ മനസ്സുണ്ട്. 1 Corinthians 2:11 മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കാൻ ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഈ ദൈവാത്മാവിന്റെ കൂടെ നമ്മുടെ ആത്മാവ് കൂടി ചേരുമ്പോഴാണ് ദൈവത്തിന്റെ മനസ്സിലുള്ളത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അത് കർത്താവിനോട് യോജിക്കുന്നവൻ അവനോട് ഏകാത്മാവായി തീരുന്നില്ലേ? 1 Corinthians 6:17 കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടത്തോട് ഏകാത്മാവായി തീരുന്നു. ഇപ്പൊ ഏകാത്മാവ് അപ്പൊ ചിന്തകൾ നേരത്തെ ചോദിച്ചാൽ എന്താണ്? ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമല്ലേ കഴിയത്തുള്ളൂ. അപ്പം നമ്മുടെ ആത്മാവ് ഭാഷാപരത്തിൽ കർത്താവിൻ്റെ ആത്മാവോട് യോജിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഞങ്ങളാകട്ടെ യേശുക്രിസ്തു മനസ്സറിയുന്ന സംഭവമുണ്ട്. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിച്ച് കഴിയുമ്പോഴാണ് ഞങ്ങളാകട്ടെ യേശുക്രിസ്തു മനസ്സങ്ങളാണ്. 1 Corinthians 2:16 കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സ് അറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. അപ്പം ഈ കർത്താവുമായി സംയോജിക്കുന്ന അവനോട് ഏകാത്മാവായി തീരുമ്പോൾ കർത്താവിൻ്റെ മനസ്സ് നമ്മളിലേക്ക് ചില കാര്യങ്ങളൊക്കെ അത് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾക്ക് കർത്താവ് അറിവ് തരും. കർത്താവിൻ്റെ മനസ്സ്. അപ്പോൾ അതിന് എനിക്കിത് നല്ലവണ്ണം അനുഭവമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൃത്യമായിട്ട് പറയണത്. ഇപ്പം എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയില്ലേ, എൻ്റെ ക്രിസ്ത്യൻ ഫ്ലോക്ക് ആർട്സിൻ്റെ ഹോണറി ഡോക്ടറേറ്റ് കിട്ടിയേ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഈ മധുരയിൽ പോയിട്ട് അവിടെ വെച്ച് ഞാൻ അമ്മയാണ് ഇവിടെ വരെ എത്തിച്ചത്. അമ്മയുടെ പള്ളി ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് നന്ദി പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാടിപ്പെട്ടി പോയില്ലേ. അവിടെ ചെന്നപ്പോൾ നന്ദി പറയാൻ വേണ്ടി നിന്നപ്പോൾ എനിക്ക് കയറാൻ പറ്റിയില്ലല്ലോ. ഞാൻ ഫെയിൻ്റാകുന്ന പോലെ തളർന്നു പോയില്ലേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് ദൈവത്തിൻ്റെ മനസ്സിലായി. അപ്പോൾ എന്നോട് പറഞ്ഞെന്താ, നിൻ്റെ മുമ്പ് ഇതിനേക്കാൾ നല്ലവണ്ണം ഞാൻ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് നീ ഓരോരുത്തരെ പേടിച്ചിട്ട് അതൊന്നും പറഞ്ഞില്ല. അപ്പം അതുകൊണ്ട് നീ നിന്നോട് ചെയ്ത ഡ്യൂട്ടി നിനക്ക് മരണം വരെ ഉത്തരപ്പ് കടവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം തന്നെ പള്ളി ചെന്നിട്ട് പള്ളിയുടെ ഇളം തന്നെ ഞാൻ തിരിച്ചു പോകുന്നില്ല. ഞാൻ അത്തോട്ട് കയറിയില്ല. അവിടം വരെ 30 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് എന്നാണ് കൊന്തയൊക്കെ ചെല്ലി. അകത്ത് ചെല്ലിയില്ല. അപ്പം എനിക്കത് മനസ്സിലായി. ഞാൻ തിരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി കൃപാസനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറ്റാൻ ഇടയാക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥന പറയാൻ തുടങ്ങി. ആ പറയാൻ തുടങ്ങിയ പ്രാർത്ഥന
ഞാൻ മറന്നു പോകാതെ പഠിച്ച് നാട്ടിൽ വന്ന് എഴുതി 10,000 കോപ്പികൾ ഇറക്കി. ആ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി 10,000 പേര് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴാണ് 6 മാസം കഴിഞ്ഞപ്പോൾ അമ്മ ഉടമ്പടി എന്ന് പറഞ്ഞത്, എഗ്രിമെൻറ്റ്. അപ്പം ഞാൻ അതോടെ പറഞ്ഞത് അത് ഉടമ്പടിയാണെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ആ ഉടമ്പടി പുസ്തകം എഴുതാനൊക്കെ വെറും 60 മണിക്കൂർ കൊണ്ടാണ് എഴുതുന്നത്. 200 പേജുകൾ. നമ്മൾ ഈ ദൈവമേഖല എന്ന് പറയുന്നത് വല്ലാത്തൊരു മേഖലയാണ്. പക്ഷേ വെളിപ്പാട്, അതുകൊണ്ട് ഞാൻ മുരിങ്ങൂർ ഒരു ലോക മലയാള കരിസ്മാറ്റിക് സമ്മേളനം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ മരിയൻ കരിസ്മാറ്റിക് എന്നാണ് പറഞ്ഞത്. കരിസ്മാറ്റിക് മാതാവിൻ്റെ കൂടെ വെളിപ്പെട്ടിട്ടുള്ള കരിസ്മാറ്റിക് സരണികളാണ് കൃപാസനത്തിലെ നമ്മുടെ സഭയുടെ വഴി നടത്തലിന് വേണ്ടി മനുഷ്യന് ഉപദേശമായിട്ടും അറിവായിട്ടും കൊടുക്കുന്നത്. ഇതിനെല്ലാം കൂടി വ്യാഖ്യാനപരമെന്നാണ് പറയണത്. എല്ലാം വ്യാഖ്യാനിക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഈ ലോകം എന്തുമാത്രം മനുഷ്യരായി ഇപ്പോൾ നോൺ ക്രിസ്ത്യൻസ് പോലും കർത്താവിനെ അറിയണതിൻ്റെ പേര്. ആരെയും നമ്മൾ ജ്ഞാനസാരപ്പെടുത്തുകയൊന്നും ചെയ്യണില്ല, അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞിരിക്കുന്നത് ഗീവ് ദം ജീസസ് എന്നാണ് പറയുന്നത്. കർത്താവിനെ അറിയാത്ത അറിയിക്കുക. അതിനുള്ള വഴികൾ ദൈവം തരുന്നുണ്ട്, നമ്മളത് പറയുന്നുണ്ട്. അവർക്ക് എല്ലാം നല്ല അനുഭവങ്ങളുണ്ട്. അതെല്ലാം ഈ വരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. നിങ്ങളും നല്ല വരപ്രസാദമുള്ള ജീവിതം നോക്കാൻ, നമ്മൾ വരപ്രസാദം എന്ന് പറഞ്ഞതല്ല, എന്താണ് ഈ സംഭവം എന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളോട് വരപ്രസാദത്തിൻ്റെ വിവിധ പ്രയോഗ തലങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടിക്കാർ പ്രത്യേകിച്ച് ആത്മാവിൽ വളരാൻ ഇതെല്ലാം ഉപയോഗിക്കണം. ഓരോ ദിവസത്തെ ടോക്കുകൾ ഒരു 3-4 പ്രാവശ്യം കേട്ട് നിങ്ങൾ ആത്മീയമായ ദൈവത്തിൽ വളർന്നു വരാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരെ വന്ന് സാക്ഷ്യം പറയാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ജോസ്മിൻ. ഞാൻ കണ്ണൂർ ജില്ലയിൽ കരുവഞ്ചാൽ ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ഡിസംബർ 28-ാം തീയതി ആയിരുന്നു. ഉടമ്പടി എടുത്ത ഫസ്റ്റ് എൻ്റെ സാക്ഷ്യം, ഞങ്ങളുടെ തറവാട് വീട് ജപ്തിയുടെ വക്കീലായിരുന്നു. ഹൗസിംഗ് ലോൺ എടുത്തത് അടയ്ക്കാതെ മുടങ്ങിപ്പോയി. അത് ജപ്തി ചെയ്യുന്ന ഒരു വക്കീൽ ആയി വന്നപ്പോൾ ഞാനിവിടെ ആ നിയോഗമായിട്ട് അത് സമർപ്പിച്ചു. അമ്മയോട് പറഞ്ഞു, അമ്മേ ആ കുടുംബത്തെ പെരുവഴിയിൽ ഇറക്കി വിടരുതേന്ന് പറഞ്ഞു. ഉടമ്പടി എടുത്ത 1 മാസത്തിനുള്ളിൽ ആ ബാങ്ക് മാനേജർ അവരെ വിളിക്കുകയുണ്ടായി. മുടങ്ങി വന്ന് കിടന്ന ആ തുകയെല്ലാം കുറച്ച് ഗഡുക്കളായിട്ട് മാസം ഇത്ര തുക എന്ന രീതിയിൽ അടച്ച് ആ കുടുംബത്തെ ജപ്തിയിൽ നിന്ന് അമ്മ രക്ഷിച്ചു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, ഇതെൻ്റെ അമ്മയ്ക്ക് കുറച്ച് നാളുകളായിട്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം മൂലം വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഛർദി, പിന്നെ വയറ് വീർത്ത് വരും, അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിൽ ഞങ്ങൾ ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ അമ്മയുടെ പിത്താശയ സഞ്ചി 6 മാസമായിട്ട് ഫങ്ഷൻ ചെയ്യണില്ല. അത് ഇൻഫെക്ഷനായിട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് ഓപ്പറേഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ ലിവറിനെ അത് ഇൻഫെക്ഷനായിട്ട് ബാധിക്കും എന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ വേറൊരു ഡോക്ടറിൻ്റെ ഒപ്പീനിയനും കൂടെ തേടിയപ്പോൾ ആ ഡോക്ടറും ഇത് തന്നെയാണ് പറഞ്ഞത്, എത്രയും പെട്ടെന്ന് അത് പിന്നെ ഓപ്പറേഷൻ ചെയ്ത് എടുത്ത് കളയണമെന്ന്. ആകെ വിഷമമായി. ഞാൻ എൻ്റെ നിയോഗത്തിൽ അത് സമർപ്പിച്ചു. പിന്നെ അമ്മ മാതാവിൻ്റെ 2 കെട്ട് പത്രം അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്ത് അമ്മ അത് വിതരണം ചെയ്തു. ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലം വയറിന് പുരട്ടി ഉപ്പും തേനും കഴിച്ചു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ഫങ്ഷൻ ചെയ്യുന്നില്ലാത്ത പിത്താശയ സഞ്ചി ഫങ്ഷൻ ചെയ്യുന്നു. ഒരു കുഴപ്പവുമില്ല, സൗഖ്യം കൊടുത്തു. മൂന്നാമത്തെ എൻ്റെ അനുഭവ സാക്ഷ്യം, ഇതെൻ്റെ ഹസ്ബൻഡിന് ഫിസ്റ്റുല എന്നൊരു അസുഖം ഉണ്ടായി. പിന്നെ 1 ഇയർ ഞങ്ങൾ ഹോമിയോ മരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞത് മാറുന്നില്ല. പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്തിട്ട് 6 മാസമായിട്ട് ആ ഓപ്പറേഷൻ ചെയ്ത മുറിവ് ഉണങ്ങുന്നില്ലായിരുന്നു. ആ മുറിവിൽ നിന്ന് ഡിസ്ചാർജ് വന്നുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു MRI എടുക്കണം, അല്ലാണ്ടൊന്നും പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. MRI എടുത്തു. MRI എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മുറിവ് ഈ ഫിസ്റ്റുല ഉള്ളിലേക്ക് കുറേ കൂടെ വ്യാപിച്ചിരിക്കുന്നു, അതിനൊരു മാറ്റവും വന്നിട്ടില്ല, ഇനിയും നമുക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 2ാം വട്ടവും ആ ഫിസ്റ്റുലയ്ക്ക് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തു. വീണ്ടും അതേ അവസ്ഥ, മുറിവ് ഉണങ്ങുന്നില്ല, മുറിവിൽ നിന്ന് ഡിസ്ചാർജ് വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ ഈ ഒരു നിയോഗം വെച്ചു. പക്ഷേ അമ്മ അത് മാത്രം എനിക്ക് സാധിച്ചു തരുന്നില്ലല്ലോ എന്നോർത്ത് എനിക്ക് ആകെ വിഷമമായി. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, കരഞ്ഞു. അപ്പോൾ ഒരിക്കൽ ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ്റെ ടോക്ക് കേട്ടു, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കേണ്ട, അങ്ങനെ ആ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നു. പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു, നീയല്ല അതിന് വേണ്ടി ഉടമ്പടി എടുക്കേണ്ടത്, നിൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് നീ ഉടമ്പടി എടുപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടായി വന്ന് ഉടമ്പടി എടുക്കണം. ഉടമ്പടി എടുക്കുമ്പോൾ അതിന്മേൽ അമ്മ ഒരു അനുഭവം ചേട്ടായിക്ക് തരുന്നു പറഞ്ഞു. അങ്ങനെ 2025 ഡിസംബർ 8-ാം തീയതി ചേട്ടായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു.
ചേട്ടായി ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ അവിടെ ഫോണിൽ ലൈവായിരുന്നോണ്ട് പ്രാർത്ഥിച്ചു, അമ്മേ ആ മകനെ തൊടണം, അമ്മയുടെ വിശ്വാസം എന്തെങ്കിലും ഒരു അനുഭവം ആ മകൻ അമ്മ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം മുത്തുക്കൂടെ പിടിച്ച് ചേട്ടായി പിന്നെ ഇതിലൂടെ വരുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഉടമ്പടി എടുത്ത ചേട്ടായി വന്ന് 15-ാം ദിവസം, അതുപോലെ തന്നെ നമ്മൾ ആ ഉടമ്പടി തൈല എപ്പോഴും അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു, ഉപ്പും തേനും കഴിക്കുന്നുണ്ടായിരുന്നു. 15-ാം ദിവസം ഈ ഡിസ്ചാർജ് വന്നുകൊണ്ടിരുന്ന 2 വട്ടം ഓപ്പറേഷൻ ചെയ്തു, 3-ാമത് ഒരു ഹാഫ് അനസ്തേഷ്യ കൊടുത്ത് പിന്നെയും അത് ക്ലീനാക്കി. ചേട്ടായി ഉടമ്പടി എടുത്ത് 15-ാം ദിവസം ആ മുറിവ് എതിലേ പോയി, അതിൻ്റെ പാട് എതിലേ പോയി ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അതിശയമായിപ്പോയിരിക്കുന്നു. നമ്മൾ പോലും അറിയാതെ അമ്മ മാതാവ് അതിന്മേൽ നല്ലൊരു അനുഭവം, സാക്ഷ്യം, സൗഖ്യം കൊടുത്തു. ചേട്ടായിനെ കൂടുതൽ വിശദീകരണത്തിൽ നല്ലൊരു ഇതിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ഇതിൽ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, നമ്മളിവിടുന്ന് കൊണ്ടുവന്ന പത്രം, നമ്മൾ കണ്ണൂർ ജില്ലയിൽ കരുവഞ്ചാൽ എന്ന സ്ഥലത്താണ് ഞങ്ങൾ കണ്ണൂർ വന്നിട്ട് അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, അവിടെ ബസ് സ്റ്റാൻഡിൽ, ഓട്ടോക്കാരിൽ, അങ്ങനെ എല്ലാവർക്കും പൊതുവായിട്ട് നമ്മളെ കൂടുതൽ അമ്മമാതാവിനെ അറിയാത്തവരുടെ ഇടയിലേക്ക് നമ്മൾ ആ പത്രം കൊടുക്കുമായിരുന്നു. ഈ നമുക്ക് കിട്ടിയ അനുഭവങ്ങളെല്ലാം ആരെ കണ്ടാലും ഈ അനുഭവങ്ങളെല്ലാം നമ്മൾ പങ്കുവെക്കുമായിരുന്നു. അതുപോലെ തന്നെ പിന്നെ രോഗികളെ പോയി സന്ദർശിക്കും, അവർക്ക് പിന്നെ നമ്മളെക്കൊണ്ട് കഴിയാവുന്ന തരത്തിലുള്ള സഹായം ചെയ്തു കൊടുക്കും. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കും. അങ്ങനെ ഉള്ള പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവർത്തനം ചെയ്തു പോന്നു. പിന്നെ ഞാൻ ആത്മീയമായി വളർന്നതെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ജപമാല വൈകുന്നേരം ചൊല്ലുന്നല്ലാണ്ട് കൊന്ത ചെല്ലാൻ എനിക്ക് തീരെ മടിയായിരുന്നു. കാരണം കൊന്ത ചെല്ലുമ്പോൾ 10-20 മിനിറ്റ് എന്തായാലും സമയം പോകും. അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു മടിയായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം 20 ജപമാല ചെല്ലാണ്ട് ഞാൻ കിടന്നുറങ്ങാറില്ല. 3 നിയോഗങ്ങൾ വെച്ച് ഞാൻ ആ 20 ജപമാല ചൊല്ലും. 5 ജപമാല ഞാൻ ചൊല്ലുന്നത് എല്ലാ ഫിസ്റ്റുല, ഫിഷർ രോഗികൾക്കുമാണ്. കാരണം എൻ്റെ ഹസ്ബൻഡ് അനുഭവിച്ച ആ വേദന എനിക്കറിയാം. അതുകൊണ്ട് അമ്മ മാതാവിന് ഞാൻ 5 ജപമാല ആ ഒരു ഫിസ്റ്റുല രോഗികൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കും. അങ്ങനെ 20 ജപമാല ഒരു ദിവസം ഞാൻ ചൊല്ലും. ബൈബിൾ വായിക്കാൻ മടിയായിരുന്നു. ബൈബിൾ വായന ഇപ്പോൾ സമയം കിട്ടി ഞാൻ അന്നേരം ബൈബിൾ വായിക്കും. പിന്നെ അച്ഛൻ്റെ എല്ലാ ആഴ്ചയിലുള്ള ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം കേൾക്കും, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആത്മീയമായി നമ്മുടെ കുടുംബത്തെ ഒരുപാട് അമ്മ ഉയർത്തി. പിന്നെ എനിക്കൊരു സങ്കടമായിരുന്നു, ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം എല്ലാവരും പറയും അവർക്ക് ഓരോരോ അനുഭവങ്ങൾ വന്നു, പിന്നെ സുഗന്ധാഭിഷേകം അങ്ങനെയൊക്കെ. ഞാനന്നേരം അവർക്ക്, അമ്മേ നീ കൂടെ ഉണ്ടെന്ന് അറിയാം, എന്നാലും ഞാൻ ചോദിക്കുന്നത് തെറ്റാണോന്ന് എനിക്ക് അറിയത്തില്ല, എന്തെങ്കിലും ഒരു അനുഭവം എനിക്ക് നീ തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം പച്ചത്തിരി കത്തിച്ച് ഞങ്ങൾ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന കഴിഞ്ഞ് ആ തിരിയിൽ നിന്ന് ഉടമ്പടി കാശുരൂപം എങ്ങനെയാണോ അതേ രീതിയിൽ അമ്മ ആ തിരിയിൽ നിന്ന് എനിക്കത് ഉരുകി വീണ് തന്നു. അതിൻ്റെ കൈവശമുണ്ട്. അങ്ങനെ ആത്മീയമായി ഒരുപാട് ഞങ്ങൾ വളർന്നു. അമ്മ ഞങ്ങളെ ഉയർത്തി. അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പ്രഭാഷകൻ 17:29 കർത്താവ് തൻ്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. ജോസ്മിൻ മാത്യു എന്ന ഈ സഹോദരി തൻ്റെ ജീവിത പങ്കാളിക്ക് ലഭിച്ച രോഗസൗഖ്യത്തെയാണ് പ്രാധാന്യത്തോടുകൂടി നമ്മുടെ മുമ്പിൽ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തിയത്. ആ രോഗത്തിൻ്റെ ക്ലേശാവസ്ഥകൾ, പലതവണ സർജറി ചെയ്തിട്ടും സൗഖ്യപ്പെടാത്ത പ്രയാസങ്ങൾ, മകൾക്ക് തന്നെ ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ ലഭിച്ച സന്ദേശം, അതിന് പ്രകാരം ജീവിത പങ്കാളി വന്ന ഉടമ്പടി എടുത്ത് 15 ദിവസങ്ങൾക്കുള്ളിൽ അത്ഭുതകരമായും പൂർണ്ണ സൗഖ്യം നൽകിയും അമ്മ മാതാവും ഈശോയും മകൻ്റെ ആ ക്ലേശാവസ്ഥയുള്ള രോഗത്തിൽ നിന്ന് വിടുതൽ നൽകിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി എപ്പോഴും ഉത്തരവാദിത്തമേക്കുവാൻ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും തോളിൽ ചാരിയല്ല, ആരെങ്കിലും നമുക്ക് വേണ്ടി ഇങ്ങനെ നിരന്തരം പ്രാർത്ഥനയുടെ ചങ്ങലയുമായി നടന്നുകൊണ്ടുമല്ല, മറിച്ച് നമ്മൾ ഓരോ കാര്യവും ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരാണെങ്കിൽ, ഭക്ഷണം കഴിക്കുവാൻ പ്രാപ്തിയുണ്ട്, പഠിക്കുവാൻ പ്രാപ്തിയുണ്ട്, യാത്ര ചെയ്യുവാൻ പ്രാപ്തിയുണ്ട്, സന്തോഷങ്ങളും വിനോദങ്ങളിലും ഏർപ്പെടുവാൻ പ്രാപ്തിയുള്ളവരാണെങ്കിൽ, അതുപോലെ തന്നെ അമ്മ മാതാവിനോടും ഈശോയോടും വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ കൂടി പ്രാപ്തി ലഭിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയുടെ ഉദ്ദേശം വിദേശത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി നാട്ടിൽ 80 വയസ്സുകാരെ മാതാപിതാക്കൾ എടുത്ത് ജപമാല ചൊല്ലുക എന്നുള്ളതല്ല. മറിച്ച് ആർക്കാണോ ദൈവശക്തിയും ദൈവ സാന്നിധ്യവും ആവശ്യമുള്ളത്, അവരുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ക്രമപ്പെടുത്തുവാൻ തയ്യാറാകുമ്പോൾ, ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുത്തി ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ, വലിയ അസാധ്യമെന്ന് കരുതുന്ന ജീവിതത്തിൻ്റെ അത്ഭുതങ്ങൾ, സൗഖ്യങ്ങൾ, ഇടപെടലുകൾ, തടസ്സങ്ങൾ മാറിക്കൊണ്ടുള്ള സുഗമമായ മുന്നോട്ട് പോക്ക്, അത് അമ്മയും ഈശോയും തരുവാൻ സന്നദ്ധമാകുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ജോസഫച്ചൻ പറയുന്നത് 16 വയസ്സ് കഴിഞ്ഞ എല്ലാവരും ഉടമ്പടി എടുക്കണമെന്ന്.
16 വയസ്സ് കഴിഞ്ഞാൽ ഒരുവിധം തിരിച്ചറിവിൻ്റെ പ്രായമായി, ശരിതെറ്റുകൾ തിരിച്ചറിയുന്ന പ്രായമായി, സ്വന്തം കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുവാനുള്ള പ്രാപ്തിയായി. അതുകൊണ്ട് തന്നെ അത് തന്നെ വക്രതയിലേക്കും പാപാവസ്ഥയിലേക്കും മ്ലേച്ഛ ജീവിതത്തിലേക്കുമൊക്കെ തിരിയുന്ന പ്രായവും കൂടിയാണ്. അതുകൊണ്ടാണ് ആ പ്രായമെത്തുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ വിശുദ്ധിയോടുകൂടി സൂക്ഷിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നിങ്ങളുടെ ജീവിതം സുഗമമായി സുരക്ഷിതമായി മുന്നേറുന്നതിന് വേണ്ടി ഏതെങ്കിലുമൊക്കെ പ്രലോഭനവും കുടുക്കുകളും നിങ്ങളെ ബാധിക്കാതിരിക്കുവാൻ വേണ്ടി ഉടമ്പടി എടുത്ത് അമ്മ മാതാവിനും ഈശോയ്ക്കും സ്വയം സമർപ്പിച്ച് ജീവിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. അച്ഛനതിന് സുന്ദരമായ ഒരു ചെറുവാക്യത്തിലൂടെയാണ് സഹോദരിക്ക് സന്ദേശം കൊടുത്തത്. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കരുതെന്ന്. ആരുടെയെങ്കിലും ഭാരമുള്ളത് നമ്മുടെ ചുമലിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഭാരത്തോടൊപ്പം നമുക്ക് നടക്കാനാവാത്ത വിധമുള്ള ഒരു ജീവിതമാക്കി മാറ്റരുതെന്ന്. അതുകൊണ്ട് ഉടമ്പടി റെസ്പോൺസിബിളായി ദൈവത്തോട് ഇടപെടുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സെൻസിറ്റിവിറ്റി നമ്മുടെ ആത്മാവിനെക്കുറിച്ചുണ്ടാവണം. ഇവിടെ നാട്ടിൽ മാതാപിതാക്കൾ ഉടമ്പടി എടുത്ത് അവർക്ക് വേണ്ടി എന്ത് ചെയ്താലും വിദേശത്തുള്ള മക്കൾ അവരുടെ ആത്മശരീരങ്ങളെ വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കാതെ ദൈവചിന്തയോടുകൂടി ജീവിക്കാതെ ദൈവത്തെ നിഷേധിച്ച് താൻ തോന്നുന്ന തരത്തിലാണ് കഴിയുന്നതെങ്കിൽ ആ ഉടമ്പടി കൊണ്ട് അവർക്ക് അനുഗ്രഹത്തിന് ഫലമുണ്ടാവില്ല. അതുകൊണ്ടാണ് ആരാണോ ദൈവശക്തിയാൽ ജീവിതം പുനഃക്രമീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവർ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയും ഹൃദയം കഴുകിയും ഈശോയുടെ തിരുരക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ഏത് വിഷയത്തിന്മേലും ദൈവം നിസ്സാരമായി അനുഗ്രഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തുന്നത് നമുക്ക് കാണാനാവും. നമുക്കതുകൊണ്ട് ഉടമ്പടി അവനവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഈ നാളുകളിൽ ദൈവം പരിശുദ്ധ അമ്മയിലൂടെ നൽകിയ വലിയൊരു ജീവിതക്രമമായി കണ്ടുകൊണ്ട് ഉടമ്പടിയെ സ്നേഹിക്കാം, ഉടമ്പടിയിൽ ജീവിക്കാം. ഈ മക്കൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിയുടെ എൻ്റെ പ്രതിഷേധത്തിന് സാക്ഷിയായിട്ട് ഉയർത്തിയതിൽ എൻ്റെ അമ്മയ്ക്ക് കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ അമ്മ എന്നെ ഇവിടെ ജീവനോടെ നിർത്തിയിരിക്കുകയാണ്. എൻ്റെ പേര് മെറീന ചെറിയ, ഞാൻ മുള്ളരിങ്ങാട് നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ ചേച്ചിയുടെ കുഞ്ഞാണ്. ഓഗസ്റ്റ് 2024 ഓഗസ്റ്റ് 10 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിന് മുന്നേ എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് 2018 ഒരു പനി വന്നിട്ട് എനിക്കെൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു പോയി. അപ്പം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു പോയപ്പം അവർ ബയോപ്സി ബോൺമാരോ എടുത്തിട്ട് എൻ്റെ അടുത്ത് നോക്കിയിട്ട് പറഞ്ഞു അത് ITP ആണ്, അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. നമ്മുടെ ജീവിതകാലം മൊത്തം അതിൻ്റെ മെഡിസിൻസ് നമ്മൾ കഴിക്കേണ്ടി വരും. അപ്പം അതിന് മരുന്നില്ലാത്തൊരു അസുഖമാണ്. അപ്പം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു പ്രാർത്ഥിച്ച് മാത്രം ജീവിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ വേറെ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാനേ ഒന്നും പറ്റില്ല. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അതിന് മുന്നേ ഞാനൊരു 7 വർഷത്തോളം ഞാൻ മെഡിസിൻ കഴിച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് റോമിപ്ലാസ്റ്റിനാണ് ഒരു ഇഞ്ചക്ഷനാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. 3000 ആണ് ആ മെഡിസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് അഫോർഡ് ചെയ്യാനേ പറ്റാത്തൊരു എമൗണ്ടാണ്. ആഴ്ചയിൽ എടുക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. എനിക്ക് അത്രയ്ക്കും തീരെ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം ഒരു ഇഞ്ചക്ഷൻ നമ്മുടെ നേവലിന് ചുറ്റാണ് ആ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്നത്. അത് ഇഞ്ചക്ഷൻ കയറുമ്പോഴാണെങ്കിൽ നല്ല പെയിനാണ്. അപ്പോൾ ഈ 2018 എനിക്ക് 1 ലക്ഷത്തിൻ്റെ ഒരു മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് യാതൊരു പ്രയോജനവും ഇല്ലാത്തൊരു മെഡിസിനായിരുന്നു അത്. ഞാൻ കഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ 100 ഇരട്ടി എനിക്കത് പ്രയോജനപ്പെടുകയല്ല ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ആ മെഡിസിൻ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് എഫക്റ്റ് കഴിയുമ്പോൾ തന്നെ എനിക്കത് ആ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എനിക്ക് അതുപോലെ തന്നെ കുറഞ്ഞു വരും. എനിക്കതിന് ആ മെഡിസിൻ പൈസയും പോകുന്നുണ്ട്, അതുപോലെ തന്നെ ആ മെഡിസിൻ എനിക്ക് യാതൊരു പ്രയോജനം ഇല്ലാത്ത പോലെ ആയിരുന്നു. കാരണം എനിക്ക് 2018 പനി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ബോഡി ഫുള്ള് ഇതുപോലെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിട്ട് ചതച്ച ഒരു പാടുകളും അതുപോലെയൊക്കെ ആയിരുന്നു. എനിക്ക് മര്യാദയ്ക്ക് കോളേജിൽ പോകാൻ പറ്റിയിട്ടില്ല, പഠിക്കാൻ പോകാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഞാൻ മമ്മിയോട് വന്നിട്ട് ഉടമ്പടി എടുത്തത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതുപോലെ ഈ പനി വരുമ്പോൾ തന്നെ എനിക്കിവിടെ കഴല പോലൊരു ഇത് വരും. അപ്പോൾ അത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനക്കാനോ ഒന്നും പറ്റില്ല. അപ്പം ഞാൻ
അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞു അത് നമുക്ക് ഒന്ന് സർജറി ചെയ്തിട്ട് ബയോപ്സിക്ക് അയക്കേണ്ടി വരും. അതെന്താ അതിൻ്റെ ഉള്ളിൽ എന്താ ഇങ്ങനെ വരുന്നത് കൊള്ളൂലല്ലോ. അപ്പോൾ പ്ലേറ്റഡ് കൗണ്ടും കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വരുന്നതും കൂടെ കൊള്ളില്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു നമുക്കത് സർജറി ചെയ്ത് നോക്കാം, ബയോപ്സി ചെയ്യണം. അപ്പോൾ ഒന്ന് സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്തോരം എന്തോരം വഴിച്ചിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം അത് ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് പോയി പ്രാർത്ഥിക്കുകയാണ്, ഹോസ്പിറ്റലിൻ്റെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ എനിക്കൊരു പത്രം കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ നോർമലി സാധാരണ ഞാൻ ഇങ്ങനെ പത്രമോ ബൈബിള് പോലും ഞാൻ വായിക്കാറില്ലാത്ത ഒരാളല്ല. ബൈബിളോ അല്ലെങ്കിൽ പള്ളിയിലോ ഒന്നും ഞാൻ പോകാറില്ല. എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല. പേരിന് പോകും അത്രേ ഉള്ളൂ, അല്ലാതെ ഞാൻ വലിയ കാര്യമായിട്ട് പള്ളിയിൽ പോവോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കും, സാധാരണ ഒരു നോർമൽ ചടങ്ങ് പോലെ പ്രാർത്ഥിക്കുക അത്രേ ഉള്ളൂ, അല്ലാതെ ജപമാലയും ചൊല്ലൂലായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ആ ഒരു എനിക്ക് ആ പത്രം അവിടെ കിടക്കണമുണ്ട്. അപ്പോൾ എനിക്കതെന്തോ വായിക്കണം തോന്നി. ഞാനതെടുത്ത് 2-3 പേജ് ഞാനൊന്ന് മറിച്ച് നോക്കി, ഞാൻ സാക്ഷ്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഓക്കെ, എന്നാൽ അവരവിടെ നിന്ന് പേര് വിളിച്ചു. ഞാനന്ന് അങ്ങോട്ടേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുക, എന്നാലും സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എൻ്റെ കഴുത്ത് തിരിക്കുന്നുണ്ട്. എനിക്ക് അന്നേരം ഞാനൊന്നും വിചാരിക്കുന്നില്ല, അതിൻ്റെ കാര്യം ഞാൻ ഒന്നും വിചാരിക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, മമ്മി എൻ്റെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ട്. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇവിടെ കുത്തിയെടുക്കാനോ ഒന്നും തന്നെ ഒരു സാധനം അവർ കാണുന്നില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. അപ്പം ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, മമ്മി ഇങ്ങനെയാണ് ഡോക്ടർ പറയണേ, എൻ്റെ കഴുത്താണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, അതിൻ്റെ അകത്താണെങ്കിൽ സ്കാൻ ചെയ്തിട്ട് ഒന്നും കാണുന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മമ്മി എടുത്ത് പറഞ്ഞു, മമ്മി നമുക്ക് എന്നാൽ ഈ പള്ളി എവിടെയാണോ എന്ന് എനിക്കറിയത്തില്ല, എവിടെയാണെങ്കിലും നമുക്കിവിടെ ഒന്ന് പോയി നോക്കാം. അന്നേ എനിക്കങ്ങനെ വിശ്വാസമില്ല, എന്നാലും ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുക ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ മമ്മിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, മമ്മി നമുക്കിവിടെ എവിടെയാണെങ്കിലും നമുക്കിവിടെ ഒന്ന് സ്ഥലത്ത് പോവാം. പക്ഷേ എനിക്ക് അന്നേരം ഞാൻ പോകാൻ പറ്റേണ്ട ഒരു അവസ്ഥയിലല്ല, കാരണം അത്രയ്ക്ക് എനിക്ക് സീരിയസ് എന്ന് പറയുമ്പം ഭയങ്കര സീരിയസ്, ബോഡി ഫുള്ള് വീക്ക്, ബ്ലഡിലൊരു നോർമലായിട്ട് ഒരു ചെറിയ കാര്യം പോലും ഇല്ല, അത്രയ്ക്ക് ഞാൻ വീക്കാണ്. അത്രയും വീക്കെന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും എന്നെ കൊണ്ട് ആവത്തില്ല, അതുപോലെ ഭയങ്കര ക്ഷീണമാണ്. അപ്പം അതുപോലെ പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര ബ്ലീഡിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം മമ്മിയാണ് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത്. 2019 വന്ന് മമ്മി ഇവിടെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പം എനിക്ക് സാധാരണ കുറയും എന്നോർത്താണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എനിക്ക് ഉള്ളതിനേക്കാൾ ഭയങ്കരമായിട്ട് കൂടി എൻ്റെ അസുഖം. അതുപോലെ തന്നെ ലിവർ ഫെയിലിയറായി, ബ്രെയിനിൽ എൻ്റെ ബ്ലഡ് ക്ലോട്ടായി. അതുപോലെ എഴുന്നേറ്റ് അത്രയും നാളും പയ്യെങ്കിലും നടക്കുമായിരുന്നു, അതുപോലെ ഇപ്പം പിന്നെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നടക്കാൻ പോലും പറ്റില്ല, ഛർദി, നടക്കത്തുമില്ല, സംസാരിക്കുകയില്ല, ഒന്നുമില്ല, ബ്രെയിനിൽ ക്ലോട്ടിങ് ഉണ്ടായി. അതുപോലെ അങ്ങനെ പല പല പ്രശ്നങ്ങളായിരുന്നു. അപ്പം അന്ന് ഡോക്ടർ സോഡിയം പൊട്ടാസ്യം കാര്യങ്ങൾ എൻ്റെ ബ്ലഡിൽ നോർമലായിട്ടുള്ള ഒന്നും തന്നെ ഇല്ലായിരുന്നു. സോഡിയം പൊട്ടാസ്യം ക്ലോറിൻ എല്ലാം തന്നെ ഭയങ്കര വീക്കായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, ഇന്ന് രാത്രിയും കൊണ്ട് ഞാൻ മരിച്ചു പോകും, ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. മമ്മി എടുത്ത് പറഞ്ഞാണ് കുട്ടി ഇന്നും കൂടെ ഉണ്ടാവുള്ളൂ. അപ്പം ഇവർ പറയുന്നുണ്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാം, ഇവിടെ നോക്കണ്ട, വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്ന്. പക്ഷേ അവർ സമ്മതിക്കില്ല, വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണ്ട, എങ്ങോട്ടേക്ക് മാറ്റിയാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ, അതുകൊണ്ട് എങ്ങോട്ടേക്ക് മാറ്റിയിട്ട് കാര്യമില്ല. ആംബുലൻസ് പോലും വിട്ട് തരത്തില്ല, കാരണം ആംബുലൻസ് വിട്ട് തന്നാലും ആംബുലൻസ് വെച്ച് ഞാൻ മരിക്കുമെന്നാണ് പറയുന്നത് ഡോക്ടർ. അപ്പോൾ അത്രയ്ക്ക് എന്നെ വിധി എഴുതി കഴിഞ്ഞു, ഞാൻ മരിക്കും, ഇന്നത്തോടുകൂടി ഇന്ന് രാത്രി ഞാൻ മരിക്കും എന്നുള്ള ഒരു വിധിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം മമ്മി നേരത്തെ ഉടമ്പടി എടുത്ത് മമ്മി പ്രാർത്ഥിക്കാൻ ചെയ്യുന്നുണ്ട്, എന്നാലും എൻ്റെ തൈലം, ഇവിടുത്തെ ഉടമ്പടി തൈലം, അതുപോലെ ഉപ്പ്, തേന്, ഇതൊക്കെ വെള്ളത്തിലിട്ടിട്ട് മമ്മി എനിക്ക് കുടിക്കാൻ തരുമായിരുന്നു. ഞാൻ അന്നൊന്നും അത്രയും വിശ്വാസം അല്ലെങ്കിലും ഞാൻ മമ്മിയുടെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും, തൈലം തരുന്നത് ഞാൻ തൊടും, ഉപ്പും തേനും ഇട്ട് വെള്ളം കുടിക്കും, അതൊക്കെ ചെയ്യുമായിരുന്നു. ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മിക്ക് തോന്നുക മനസ്സിൽ ഈ കുട്ടീനെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല, എങ്ങനെയാലും വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന്. അങ്ങനെ എന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി, ആസ്റ്റർ മെഡിസിറ്റിലേക്ക് എന്നെ മാറ്റി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോഴാണെങ്കിലും ഡോക്ടർ വലിയ കാര്യമായിട്ടൊന്നും, ആംബുലൻസിലേക്കാണ് എന്നെ കൊണ്ടുപോയത് ആസ്റ്റർ മെഡിസിറ്റിലേക്ക്. കാരണം അത്രയ്ക്ക് തീരെ വീക്കായത് കൊണ്ട് എന്നെ ആംബുലൻസിലാണ് അവിടെ, അതായത് ഇപ്പോൾ ഉണ്ടായിരുന്ന ഇതിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് ആസ്റ്റർ മെഡിസിറ്റിലേക്ക് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് ആംബുലൻസിലാണ്. അപ്പം ഞാൻ ആംബുലൻസിൽ ഭയങ്കര വീക്കായിട്ട് കിടക്കുക, കൂടെ ഒരു ഡോക്ടറിനെ വിട്ടിട്ടുണ്ട് അവർ, കാരണം വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്നാലും കൂടെ ഒരു നേഴ്സിനെയും ഒരു ഡോക്ടറിനെയും എനിക്ക് വിട്ടു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആംബുലൻസിൽ പോവുകയാണ്.
കൂടെ മമ്മി ഉണ്ടായിരുന്നു. മമ്മിക്ക് എന്താണോ, മമ്മി ഉടമ്പടി എടുത്തുകൊണ്ടാണ് മമ്മിക്ക് ആ ഒരു ധൈര്യം ദൈവം മാതാവ് കൊടുത്തു. അതൊക്കെ സഹിക്കാനും ഉള്ള ഒരു കഴിവ് മമ്മി സാധാരണ അത്രയും ഭയങ്കര വീക്കുള്ള ആളാണ് മമ്മി. പക്ഷെ മമ്മിക്ക് അതിനുള്ള ഒരു സഹിക്കാനുള്ളൊരു കരുത്ത് മമ്മിക്ക് കൊടുത്തു. അതുപോലെ ഞാൻ ഈ മരിക്കുമെന്ന് ഡോക്ടർ പറയണതിൻ്റെ ഒരു ദിവസം മുന്നേ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, മമ്മി എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അപ്പോൾ അവരൊക്കെ മമ്മിയുടെ അനിയത്തി അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, അവരൊക്കെ എനിക്കൊന്ന് കാണണം, സംസാരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മമ്മി എനിക്ക് അവരൊക്കെ എന്നെ കൊണ്ട് കാണിച്ചു തന്നു. കാരണം ഞാൻ മരിക്കുവാണല്ലോ, എനിക്ക് തന്നെ അറിയാം ഞാൻ മരിക്കുക, ഇന്നത്തോടുകൂടി ഞാൻ മരിക്കാൻ പോവുകയാണെന്നുള്ളൊരു ഫീലാണ് എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് ഞാൻ അവരൊക്കെ കാണണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ മറ്റേ ഹോസ്പിറ്റലിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ഡോക്ടറും വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും പറയണില്ല, അവർ പ്രാർത്ഥിക്കാൻ മാത്രമാണ് പറഞ്ഞത്. എന്നിട്ട് ഇതുപോലെ തന്നെ മമ്മി എന്നും രാവിലെ വൈകുന്നേരം മമ്മി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് തൈലവും ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉപ്പും തേനും ഇട്ടിട്ട് എനിക്ക് തരും. ഞാനത് കുടിക്കും, പ്രാർത്ഥിച്ച വിശ്വാസത്തോടെ കുടിക്കും. അങ്ങനെ പയ്യെ ഞാൻ റിക്കവറായി. എന്ന് വെച്ചാൽ എൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ പയ്യെ റിക്കവറായി വന്നു. പ്ലേറ്റ്ലെറ്റ് അങ്ങനെയൊക്കെ കുറഞ്ഞും കൂടിയാണ് നിന്നുകൊണ്ടിരുന്നത്. അപ്പം അന്നേരമാണ് എനിക്ക് അവിടുത്തെ ഡോക്ടർ റോമിപ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ എനിക്ക് തന്നത്. അത് എടുത്താലും വലിയ കാര്യമൊന്നുമില്ല. അത് ഈ പറഞ്ഞ പോലെ 2000 റുപ്പീസിൻ്റെ ഒരു ഇഞ്ചക്ഷനാണ്. അപ്പോൾ എടുത്തിട്ട് നമുക്കത് കുറച്ച് കൂടും, പിന്നെ അതിൻ്റെ ആ ഇഞ്ചക്ഷൻ്റെ എഫക്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ കുറഞ്ഞു വരും. അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് നല്ലോണം പ്രാർത്ഥിച്ച്, മാതാവ് ഇത്രയും രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി കുറച്ച് തരണം. ഇതല്ലാതെ വേറെ ഇഞ്ചക്ഷനോ കാര്യങ്ങളോ വേറെ മെഡിസിനോ കാര്യങ്ങളൊന്നുമില്ല. ആകെ പിടിച്ച് വെക്കാൻ പറ്റണ ഇത് മാത്രമേ ഉള്ളൂ. ഇതിന് വേറെ മരുന്നോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് അങ്ങനെ പ്രാർത്ഥിച്ചു. മാതാവ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 1 ലക്ഷം വരെ ഒരു പ്ലേറ്റ്ലെറ്റ് തന്നു. പിന്നെ അങ്ങോട്ടേക്ക് താഴോട്ട് പയ്യെ താഴണില്ല. സാധാരണ എനിക്ക് താഴെ പോകണമെന്നാണ്, പക്ഷെ എനിക്കിത് താഴെ പോവാതെ അങ്ങനെ തന്നെ നിൽക്കുക. അപ്പം അങ്ങനെ താഴെ പോകാൻ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, നമുക്കിത് താഴെ പോകണില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് നോക്കാം, എങ്ങനെ മരുന്ന് ഇനി ഈ 1 ലക്ഷത്തിന് താഴെ പോയി കഴിഞ്ഞാൽ മാത്രം ഇനി മെഡിസിൻ എടുത്താൽ മതി, റോമിപ്ലാസ്റ്റിന് എടുത്താൽ മതി, അപ്പം അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ തൈലവും അതുപോലെ തന്നെ മാതാവിൻ്റെ തൈലവും ഈ ഉടമ്പടി ഈ വസ്തുക്കൾ ഉപ്പ് തേന് ഇതൊക്കെ വെള്ളത്തിലിട്ടിട്ട് തന്നെ കുടിക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് ഞാൻ കുടിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ജപമാല ചെല്ലുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അന്നേരമാണെങ്കിൽ എനിക്ക് 1 ലക്ഷത്തിന് താഴേക്ക് മാറാതെ അങ്ങനെ തന്നെ നിൽക്കുക. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു വീണ്ടും ഒരു പനി വന്നപ്പോഴത്തേക്കും ഈ പ്ലേറ്റ്ലെറ്റ് ഈ 1 ലക്ഷം എന്നുള്ളത് വീണ്ടും 5000ലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഡെപ്തായി. അപ്പം എൻ്റെ അടുത്ത് ഡോക്ടറും വീട്ടിലെ പപ്പയൊക്കെ ആണെങ്കിലും പപ്പയ്ക്ക് മരുന്ന് എന്തെങ്കിലും ആവട്ടെ, ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ ഇഞ്ചക്ഷൻ എടുത്തോ, നീ ഇതാവണ്ട, ഇഞ്ചക്ഷൻ പെട്ടെന്ന് തന്നെ എടുത്തോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്, 1 ലക്ഷത്തിന് താഴെ പോയി നിൽക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് റോമിപ്ലാസ്റ്റിന് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറിനെ ഞാൻ റോമിപ്ലാസ്റ്റിന് നല്ല ഒരു മെഡിസിനെ ഞാൻ ഈ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കില്ല, കാരണം ഇത് എൻ്റെ അമ്മ മാറ്റി തന്നാണെങ്കിൽ ഇത് മാറ്റി തന്നിട്ടുണ്ടാവും, അതുകൊണ്ട് ഇനി ഞാൻ ഒരിക്കലും ഒരു മെഡിസിനും ഒരു കാര്യങ്ങളും ഞാൻ എടുക്കുന്നതല്ല, അതുകൊണ്ട് എനിക്കിനി മെഡിസിൻ വേണ്ട, ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഒരു മെഡിസിനും ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു. എൻ്റെ പപ്പയുടെ അടുത്ത് അതുപോലെ ഡോക്ടറിൻ്റെ അടുത്തും പറഞ്ഞു. മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, കാരണം മമ്മിക്കറിയാം മാതാവ് എനിക്ക് ഉറപ്പായിട്ട് മാറ്റി തന്നിട്ടുണ്ടാവുമെന്ന്. അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും മെഡിസിൻ എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, ഒരാഴ്ചത്തേക്ക് നിനക്ക് ടൈം വരാം, ഒരാഴ്ചത്തേക്ക് നിനക്ക് ഈ പറഞ്ഞ പ്ലേറ്റ്ലെറ്റ് നിനക്ക് കൂടിയില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും റോമിപ്ലാസ്റ്റിന് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാനും മമ്മി വീട്ടിൽ പോയിരുന്ന് മുട്ട് കുത്തിയിരുന്ന് മാതാവിൻ്റെ അടുത്ത് കൊന്തയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എങ്ങനെയാണെന്നറിയാൻ പാടില്ല, ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ നോക്കി, എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ 2.5 ലക്ഷം പ്ലേറ്റ്ലെറ്റ് പെട്ടെന്ന് ഒരാഴ്ചയും കൊണ്ട് 2 ലക്ഷം പ്ലേറ്റ്ലെറ്റ് പെട്ടെന്ന് 5000 ഉണ്ടായിരുന്നത് 2 ലക്ഷം പെട്ടെന്ന് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മാതാവിനടുത്ത് ഒത്തിരി നന്ദി പറഞ്ഞു. മാതാവേ, എനിക്ക് ഇത്രയും പ്ലേറ്റ്ലെറ്റ് തന്നു, ഇനി ഞങ്ങൾ വിചാരിച്ചു ഇത്രയും പെട്ടെന്ന് കൂടിയത് കൊണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ, അത് മാതാവ് തന്നെ തന്നാണ് 100% ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു.
എന്നിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതിൽ നിന്ന് വീണ്ടും വീണ്ടും കുറഞ്ഞു വരണമൊന്നുമില്ല, അങ്ങനെ തന്നെ നിൽക്കുക. എന്നിട്ട് പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവ് എനിക്ക് മര്യാദയ്ക്കൊന്ന് എഴുന്നേറ്റ് നടന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ പറ്റി, പിന്നെ എന്നെ മെഡിസിൻസൊക്കെ ഒന്ന് നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം, സാക്ഷ്യം പറഞ്ഞോളാം എന്ന്. ഞാൻ ഈ സാക്ഷ്യം മമ്മി ഓൾറെഡി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എനിക്ക് പറയാൻ വേണ്ടിയിട്ട്, എൻ്റെ അനുഭവം എനിക്ക് പറയാൻ, നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു അസുഖത്തിൻ്റെ പേരിൽ കുറേ ആൾക്കാർ, ഈ ITP എന്നുള്ള അസുഖം എന്താണെന്ന് അറിയാതെ കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, എന്താണെന്ന് അറിയാതെ. എന്ന് വെച്ചാൽ നമ്മൾ അത്രയും വിഷമിച്ച്, എനിക്ക് കോളേജിൽ പോകാൻ പറ്റിയിട്ടില്ല, ഒന്നും മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല, ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. മരുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു അന്നേരം. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മാതാവ് എനിക്ക് അതിനുള്ള ഉത്തരം തന്ന് എൻ്റെ പ്ലേറ്റ്ലെറ്റ് എനിക്ക് അത്രയും കൂട്ടിയും തന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് ഓഗസ്റ്റ് 10, 2024 ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പം ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിവിടെ വന്നിട്ട്, എനിക്ക് പനിച്ചുകൊണ്ടാണ് ഞാനിവിടെ വന്നത്, ഉടമ്പടി എടുക്കാൻ വന്നപ്പം ഞാനിവിടുത്തെ അവിടെ തലയിറങ്ങി മാതാവിനെയും കൊണ്ട് വന്നപ്പം ഇവിടെ കൊണ്ടുപോയി തലയിറങ്ങി വീണു. സാധാരണ എനിക്ക് പനി വരുമ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ടേ അങ്ങനെയുള്ളതാണ്, തലയിറങ്ങി വീഴലൊക്കെ ഉള്ളതാണ്. അപ്പം ഞാനിവിടെ വന്നിട്ട് തലയിറങ്ങി വീണു. പക്ഷേ സാധാരണ തലയിറങ്ങി വീഴുന്ന പറയുമ്പോൾ ഞാൻ 1/2 മണിക്കൂർ ബോധമില്ലാതെ കിടക്കും. പക്ഷേ ഈ പ്രാവശ്യം തലയിറങ്ങി മാതാവിൻ്റെ ഇവിടെ വന്നിട്ട് ഞാൻ തലയിറങ്ങി വീണിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റ് എൻ്റെ ഉടമ്പടി പത്രിക ഞാൻ ആദ്യം നോക്കിയത്. കാരണം പത്രികയും തൈലും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേറെ ചേച്ചി വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്കൊരു ചെറിയ പോറൽ പോലും പറ്റാതെ എൻ്റെ അമ്മ എന്നെ അവിടെ കാത്ത് സൂക്ഷിക്കുകയുണ്ടായത്. കാരണം എനിക്കൊരു സാധാരണ അത്രയും ടൈമെന്ന് പറയുമ്പം ഞാൻ ഭയങ്കര ലോ ആയിരിക്കുന്ന ഒരു ടൈമായിരിക്കും ഞാൻ തലയിറങ്ങി വീഴണേ. പക്ഷേ ആ സമയത്ത് ഞാൻ വീഴുമ്പോൾ ഒന്നില്ലെങ്കിൽ ഫിക്സ് പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് വരണ്ടയാണ്. പക്ഷെ ഒന്നും എനിക്ക് വന്നില്ല. ഞാൻ അത്രയും സ്ട്രോങ് ആയിട്ട് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോയി ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ കഴിച്ചു തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ഒരു വർഷം തോറും എനിക്ക് ഈ പറഞ്ഞ തലകറക്കോ പനിയൊക്കെ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തലയിറങ്ങി വീഴലോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അതോടുകൂടി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതോടുകൂടി ആ തലകറക്കം അങ്ങ് മാറി, അത് പൂർണ്ണമായിട്ട് മാറി. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഈ ഉണ്ടായിരുന്ന ഈ 1 ലക്ഷത്തിൽ കൂടാതിരുന്ന എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഞാൻ ഉടമ്പടി എടുത്തതോടുകൂടി അത് 2-3 അതായത് 2 ലക്ഷം 3 ലക്ഷത്തിന് ഇടയ്ക്ക് എനിക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് തന്ന അമ്മേനെ അനുഗ്രഹിച്ചു. എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി കിട്ടി. പിന്നെ എനിക്ക് ജോലി, ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ജോലിയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ജോലിയിൽ നിന്ന് മാത്രമല്ല, എനിക്ക് പഠിക്കാൻ പോലും പോകാൻ പറ്റുന്നില്ല. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ അവിടെ നിന്ന് ഞാൻ അത് നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി പോകുന്നതാണ്. കാരണം ഈ അസുഖമുള്ളതുകൊണ്ട്. കാരണം എപ്പോഴും ഹോസ്പിറ്റലായിരിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നു, കോളേജിൽ നിന്ന് ഞാൻ ഇറങ്ങി. പിന്നെ ഞാൻ പഠിക്കാൻ പോയിട്ടില്ല. പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മ എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ പോകണം, എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടണം, എന്തെങ്കിലും ഒരു കോഴ്സ് എന്നെ കൊണ്ടാവുന്ന പോലെ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു കോഴ്സ് അമ്മ എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എനിക്കെൻ്റെ മനസ്സിൽ ആദ്യം കൊണ്ടു തന്നത് ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞ കോഴ്സാണ്. അത് അമ്മ സാധാരണ ചെയ്തുകൊണ്ടിരുന്ന ഒരു എംബ്രോയ്ഡറി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു അമ്മയുടെ തൊഴിലാണത്. ആ ഒരു തൊഴിൽ തന്നെ അമ്മ എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിച്ചു. അമ്മ മാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. ഞാനിപ്പം നല്ലൊരു കമ്പനിയിൽ ഒരു ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുകയാണ്. എനിക്ക് ഇതുപോലെ തന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റിയതിൽ എനിക്ക് മാതാവിൻ്റെ അടുത്ത് ഈശോയുടെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട്. ഇതുപോലെ ഇങ്ങനെ സാക്ഷ്യം പറയാം. ഞാനിവിടെ ഇങ്ങനെ ജീവനോടെ നിൽക്കേണ്ടതല്ല, നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജീവനോടെ നിൽക്കേണ്ടതല്ലായിരുന്നു. അപ്പോൾ ഒത്തിരി നന്ദി, സന്തോഷമുണ്ട്. അമ്മയുടെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട്. കാരുണ്യ പ്രവൃത്തി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പത്രം 3 കെട്ട് പത്രം ഇവിടെ നിന്ന് തരുന്നത് ഞാൻ വീട് തുറന്ന് ഞാൻ കൊടുക്കും. എന്നുവെച്ചാൽ വീടുകളിൽ പോയി സാധാരണ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും പോയി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അവിടെയൊക്കെ ഇടും. അപ്പോൾ ഞാൻ അതുകൊണ്ട് അവരുടെ വീടുകളിൽ പോയി തന്നെ കൊടുക്കാറാണ് പതിവ്. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് ആവശ്യമായിട്ടുള്ള ആൾക്കാർക്ക് എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ ഫുഡ് വാങ്ങിച്ച് ഞാൻ കൊടുക്കും. പിന്നെ പൈസയുടെ കാര്യത്തിലാണെങ്കിലും ചോദിച്ചു വരുന്നവർക്ക് ഞാൻ പൈസയായിട്ടാണെങ്കിലും ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഭയങ്കര ബിഗ് സീറോ ആയിരുന്നു നേരത്തെ. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മണിക്കൂർ ബൈബിൾ വായിക്കും. അതുപോലെ തന്നെ കുമ്പസാരിക്കും, കുർബാന കൊള്ളും, അതുപോലെ കൊന്ത ചൊല്ലും. ഇതൊക്കെയാണ് ഞാൻ ആത്മീയമായിട്ട് എനിക്ക് ഭയങ്കര പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ ഭയങ്കര ബിഗ് സോറ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിഗ് സോറയായിരുന്നു. ഞാൻ ഒട്ടും പ്രാർത്ഥിക്കുക പള്ളി പോവുകയൊന്നും ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു അസുഖത്തിലൂടെ അമ്മ എന്നെ ഇങ്ങോട്ടേക്ക് വീണ്ടും തിരിച്ചു വിളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒത്തിരി നന്ദിയുണ്ട് മാതാവിനെ, കൊടാനുകൂടി നന്ദി. എൻ്റെ പേര് ഗ്രേസ്.
ഞാൻ 2019 ജൂൺ 1 തീയതി ഇവള് പറഞ്ഞ പോലെ മോക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി അങ്ങനെ പാലിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾ ഒരു കാര്യം വിട്ടുപോയി. ഈ ബ്രെയിനിൽ ക്ലോട്ട് ഉണ്ടായ സമയത്ത് ഡോക്ടർ പറഞ്ഞു, അതായത് ഒന്ന് ക്ലോട്ട് അലിയാൻ മരുന്ന് കഴിക്കണു, ഒന്ന് ബ്ലഡ് ക്ലോട്ട് ആവാൻ മരുന്ന് കഴിക്കണു. ഈ രണ്ടും കൂടി ബോഡി ബാലൻസ് ചെയ്യണം, എന്നാലേ ഈ മെഡിസിൻ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് കാലം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ഭയങ്കര പീരീഡ്സിൻ്റെ ഡേറ്റ് ഒന്നും ആയില്ല, പക്ഷെ ഭയങ്കരമായിട്ട് ബ്ലീഡിങ്, നാക്കൊക്കെ പൊട്ടി, വായൊക്കെ പൊട്ടി. അതുപോലെ തന്നെ പീരീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക്, പക്ഷെ ഞാനും ആലോചിക്കാറുണ്ട്, മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം, ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം അവൾ തല ഇറങ്ങി വീണില്ല. കാരണം അതുപോലെ ഇട്ടിരുന്ന പാൻറ്റ് പോലും 4 പാട് വെച്ചിട്ട് പോലും ആ പാൻറ്റ് മുഴുവൻ നനഞ്ഞ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ബ്ലീഡിങ് ആയിട്ടുണ്ട്. അങ്ങനെയൊരു സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇനി ആ മെഡിസിൻ നിർത്താം, ക്ലോട്ടിനുള്ള മെഡിസിൻ കഴിക്കണ്ട എന്ന് പറഞ്ഞു, ക്ലോട്ട് അലിയാനുള്ളത്. എന്നിട്ട് പിന്നെ പ്ലേറ്റ്ലെറ്റ് കൂടാനുള്ള മെഡിസിൻ മാത്രമേ എടുത്തുള്ളൂ. അത് സ്റ്റിറോയിഡ് എടുത്തുകൊണ്ടിരുന്നത് അന്ന്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതെടുത്തത്. അപ്പോൾ ഈ സമയത്ത് ഈ ക്ലോട്ട് അലിയാൻ ഇവൾക്ക് നടക്കാൻ പോലും ശരിക്കും പറ്റില്ല. ഞാൻ പിടിച്ചാൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ അമ്മയുടെ അടുത്ത് ഞാൻ ആദ്യമായിട്ട് അവളുടെ ആഗ്രഹം കൊണ്ട് ഞാൻ കൊണ്ടുവരുമ്പോൾ ഞാൻ കൈ പിടിച്ചാൽ നടത്തിക്കൊണ്ടാണ് വന്നത്. സ്റ്റെപ്പ് കയറാനൊന്നും പറ്റില്ലായിരുന്നു. കൈ പിടിച്ച് പതുക്കെ കയറണം. അവൾക്ക് അവൾ ഉദ്ദേശിക്കുന്ന പോലെ കാല് പൊക്കാനൊന്നും അവൾക്ക് പറ്റില്ല. പൊക്കി സ്റ്റെപ്പ് കയറാനോ ഇറങ്ങാനോ വീഴുമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് അച്ഛനെ കണ്ടു. അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷയിലൂടെ അത് പൂർണ്ണമായിട്ട് മാറിയത് അതവൾ പറയാൻ മറന്നുപോയി. അങ്ങനെ ആ അസുഖം പൂർണ്ണമായിട്ട് മാറി. അത് പിന്നെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ഈ കുഞ്ഞിന് 3-3.5 വയസ്സുണ്ട്. ഇവളെ ഇടയ്ക്കിടയ്ക്ക് വിക്കിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോൾ ഇവൾ വിക്കിയാണ് സംസാരിക്കാറ്. പക്ഷേ ഒരു പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് AC എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വാ കൂടില്ല. അതുപോലെ വിക്കലായിട്ട് കൊച്ചിന് സംസാരിക്കാൻ പറ്റുന്നില്ല, ശ്വാസവും പോവില്ല, അതുപോലെ വാ പൊളിച്ചിരിക്കുക. ഭയങ്കര വിഷമം. എനിക്കത് ഫോണിലൂടെ ആണെങ്കിലും കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. ഞാൻ എന്നിട്ട് മോളോട് ചോദിച്ചു, അപ്പോൾ ഇത് എന്നാടി ഇങ്ങനെ തുടങ്ങിയെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, മമ്മി അത് ഒരാഴ്ചയായിട്ട് ഇങ്ങനെയാണ്, അവൾ സംസാരിക്കാൻ വാ തുറന്നാൽ ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജപമാല അങ്ങനെ ചെല്ലാറില്ലാത്ത ആളാണ്. പക്ഷെ അന്ന് ഞാൻ ഒത്തിരി മനോവേദനയോടുകൂടി ജപമാല കയ്യിലെടുത്തു. ഇവളുടെ നിയോഗം വെച്ചു ഞാൻ ചൊല്ലി, അമ്മ നാളെ രാവിലെ ഞാൻ കുഞ്ഞിനെ വിളിക്കും. അപ്പോൾ മോള് പറയണം, ഇന്ന് ഇവള് വിക്കി സംസാരിച്ചില്ല മമ്മി, ഇന്ന് ഇവൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് വളരെ മനോവേദനയോടുകൂടി വിഷമത്തോടു കൂടി തന്നെ ഞാൻ ആ ജപമാല എത്തിച്ചു. രാവിലെ ഞാൻ ഒരു 11:30 ആയപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, മമ്മി ഇന്ന് രാവിലെ മുതൽ അവൾ വിക്കി സംസാരിച്ചിട്ടേ ഇല്ല, നന്നായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്, അവൾക്ക് ഒരു കുഴപ്പമില്ല, അവളുടെ വിക്കലോ ശ്വാസതടസ്സമോ വാ പൊളിച്ചിരിക്കുന്ന അവസ്ഥയോ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. പിന്നെ അതുമാത്രമല്ല, ഈ കുഞ്ഞിനെ ബസ്സിൽ കയറി വന്നാൽ ഭയങ്കര ഛർദിയാണ്, ഭയങ്കര പ്രശ്നമാണ്. ബസ് കാണുമ്പോൾ തൊട്ട് തുടങ്ങും, ചീത്ത മണം വരുമോ മമ്മി, എനിക്ക് ബസ്സിൽ കയറാൻ പറ്റില്ല, നമുക്ക് ഓട്ടോയ്ക്ക് പോകാൻ, 2 വീലറിന് പോകാം, അല്ലാതെ വേറെ ഒരു വണ്ടിക്കും കയറില്ല. ബസ് കാണുമ്പോൾ പറയണ ബസ്സിലൊക്കെ എന്തൊക്കെയോ മണമാണ്, ഭയങ്കരമായിട്ട് ഛർദ്ദിക്കും. ഞാൻ ഇതിനെ 3-4 വയസ്സായപ്പോൾ ഇവൾ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇവൾ ഭയങ്കരമായിട്ട് ഛർദ്ദിച്ചു. അങ്ങോട്ട് പോയി, അങ്ങോട്ട് പോയിപ്പോൾ ഛർദ്ദിച്ചില്ല, ഇങ്ങോട്ട് പോകുന്നപ്പോൾ മൊത്തം ഛർദ്ദിയായിരുന്നു. ഛർദ്ദിക്കാൻ വരുമ്പോഴത്തേക്കും കുഞ്ഞല്ലേ ഭയങ്കരമായിട്ട് മുഖത്തിനൊക്കെ ഭയങ്കര വിഷമം, വേർത്ത് പൊങ്ങി നാശമായി. നമുക്ക് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. അങ്ങനെ ഇവിടെ എത്തി. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോയി. പിന്നെ ഒരു പ്രാവശ്യം കൂടെ കൊണ്ടുവന്നു. അന്നും ഇത് തന്നെ അവസ്ഥയായിരുന്നു, ഭയങ്കര ഛർദ്ദി. പിന്നെ ഇന്ന് ഞാൻ മോളോട് പറഞ്ഞു, നമുക്ക് സാക്ഷ്യം പറഞ്ഞു കൊച്ചിൻ്റെ വിക്കൽ മാറ്റിയതിന്. അപ്പം മോളും പോരേന്ന് പറഞ്ഞു. അപ്പം കൊച്ചിനും അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്, അമ്മയോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ കൊച്ചു പറഞ്ഞു, ഞാൻ പോരണ്ട അമ്മയുടെ അടുത്തെന്ന് പറഞ്ഞു. ഛർദിയാണെന്നറിയാം. തലേദിവസം ഇവർ യാത്ര പോയപ്പോൾ ഛർദ്ദിച്ചു. കൊച്ചു വന്നിട്ട് പേടിയുണ്ട് ഛർദ്ദിക്കുമെന്ന്. എന്നിട്ട് ഒരു ഗുളികയൊക്കെ കൊടുത്താൽ കൊണ്ടുവന്നത്. പക്ഷെ ഗുളിക കൊടുത്തിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഗുളിക കൊടുത്താലും അവൾ ഛർദ്ദിക്കാൻ വരുവാന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയും ബഹളം കൂട്ടുമൊക്കെ ചെയ്യും. അപ്പോൾ ഇന്നലെ ഇതുപോലെ വയറ്റിൽ വരുന്നവരെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഗുളിക കൊടുത്താൽ കൊണ്ടുവന്നത്, ഒരു ഗുളിക മൊത്തം കഴിച്ചതാണ് ഛർദ്ദിക്കുള്ളത്. വയറ്റിൽ വരുന്നവരെ ഭയങ്കര പ്രശ്നമായിരുന്നു. വയറ്റിലേന്ന് ഞാൻ പേടിച്ചിട്ട് 3 ബസ് പോട്ടേന്ന് വിചാരിച്ച് അവിടെ നിന്നു. അത് കഴിഞ്ഞ് 4ാമത് ഒരു ആലപ്പുഴ ബസ് വന്നു. ഞങ്ങൾ കയറിയിരുന്നപ്പോഴേ തുടങ്ങി എൻ്റെ മൂക്കിലേക്ക് ചീത്ത മണം വരുക, എനിക്ക് ഛർദ്ദിക്കാൻ വരുവാന്നും പറഞ്ഞ് തുടങ്ങി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, ഇവളുടെ കയ്യിലൊരു തൈലം ഇരിപ്പുണ്ടായിരുന്നു, അമ്മയുടെ ഉടമ്പടി തൈലം.
ഞാൻ വേഗം എടുത്ത് അവിടെ മൂക്കിൻ്റെ 2 ദ്വാരത്തിലും കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ വരട്ടി അമ്മയെ സമാധാനമായിട്ട് അവിടെ എത്തിക്കണം. ഈ കുഞ്ഞിങ്ങനെ കിടന്ന് വിഷമിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ, അത് കാരണം ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവിടെ സന്തോഷമായിട്ട് വണ്ടിയിലിരിക്കണം എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഇനി അമ്മയുടെ മണം മാത്രമേ ഈ മൂക്കിലടിക്കാവുള്ളൂ, മറ്റൊരു മണവും ഈ കുഞ്ഞിനെ മൂക്കിലടിക്കരുതെന്നും പറഞ്ഞ് ഞാൻ ആ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. ആ നിമിഷം തന്നെ ഈ കൊച്ചു പറഞ്ഞു, മമ്മി ഇപ്പോൾ ഒരു ചീത്ത മണവും മഞ്ഞില്ല, എനിക്ക് നല്ല മണമാണ് വന്നത്. അന്നേരം മുതൽ വളരെ കൂളായിട്ട് സന്തോഷത്തോടു കൂടി ഇവിടം വരെ ഞങ്ങൾ യാത്ര ചെയ്തു. ഒരു ബുദ്ധിമുട്ടും പറഞ്ഞില്ല, ഭയങ്കര സന്തോഷമായിട്ട്. ഇത്രയും നാളായിട്ട് ഈ കൊച്ചു ഇത്രയും യാത്ര ചെയ്തതിൽ ഇത്രയും സന്തോഷമായിട്ട് യാത്ര ചെയ്തത് ഈ വയറ്റിൽ മുതൽ ഇവിടം വരെയാണ്. അല്ലെങ്കിൽ കുറച്ച് ഒരു 5 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും പ്രശ്നമാവണയാ. അത്രയും വഴി വന്നിട്ട് ഒരു കുഴപ്പമുണ്ടായി അമ്മയ്ക്ക് കുഴപ്പമുണ്ടായില്ല. അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ ഇപ്പോഴും ഉടമ്പടിയിലാണ്. 3 മാസം കൂടുമ്പോൾ ഞാൻ പുതുക്കും. അപൂർവമായിട്ടൊക്കെ ഒരാഴ്ചയൊക്കെ തെറ്റിപ്പോവുള്ളൂ. ഞാൻ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കും. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് പിടിയരി, ഞാൻ ഒരു പിടിയരി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞാൻ വെച്ചിട്ട് അത് കൊണ്ടു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ചാരിറ്റിയിലേക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോക്സ് ഞാൻ വീട് കയറി ബോക്സിൽ പണം ശേഖരിച്ച് അങ്ങനെ കൊടുക്കാറുണ്ട്. ഒരേപോലെ അല്ല ചെയ്യാറ്. ഫുഡ് കൊടുക്കേണ്ടവർക്ക് ഫുഡ് കൊടുക്കും. ഓരോ പ്രാവശ്യം വ്യത്യസ്ത രീതിയിലാണ് ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പൈസയുടെ ബുദ്ധിമുട്ടുള്ളവർക്ക് എൻ്റെ കയ്യിലുള്ളതുപോലെ അങ്ങനെ സഹായിക്കാറുണ്ട്. അങ്ങനെ വസ്ത്രം കൊടുക്കേണ്ടവർക്ക് വസ്ത്രമായിട്ടും അങ്ങനെയൊക്കെ ആണ് എൻ്റെ കാരുണ്യ പ്രവൃത്തി. ആത്മീയമായിട്ട് ഞാൻ എപ്പോഴും ഓർക്കും, ദൈവം എന്നെ ഈ മകളുടെ രോഗത്തിലൂടെ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും തീഷ്ണതയോടുകൂടി എനിക്ക് എൻ്റെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പം എനിക്ക് മക്കളായിരുന്നു എല്ലാം. പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ ദൈവം കഴിഞ്ഞിട്ടുള്ളൂ, എൻ്റെ പിതാവ് കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് മറ്റാരും. മക്കളെയൊക്കെ മറ്റെല്ലാം എനിക്ക് 2ാം സ്ഥാനത്തുള്ളൂ. ഈ ലോകരാജ്യത്തിന് അടിമയാർന്ന് എന്നെ ദൈവരാജ്യത്തിന് അവകാശിയായി തീർത്താണ് എൻ്റെ ഈ ഉടമ്പടി. അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി എന്നെയും കൂടി വിളിച്ചതിന്. ഈ മകളുടെ രോഗം വന്നതിന് ഞാൻ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. കാരണം നന്ദി പറയാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ദൈവരാജ്യത്തെക്കുറിച്ച് സങ്കല്പിക്കാനേ പറ്റില്ലായിരുന്നു. കാരണം വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ അങ്ങ് ജീവിച്ചു പോയാൽ നമ്മൾ അത്രയും തീഷ്ണമായിട്ട് ദൈവത്തെ സ്നേഹിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഇത്ര എല്ലാ അനുഗ്രഹങ്ങളും എനിക്കും കുടുംബത്തിനും എല്ലാവർക്കും നൽകിയതിനും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ അവർക്കും ഉണ്ടായിട്ടുണ്ട്, രോഗസൗഖ്യങ്ങളും എല്ലാം. എല്ലാത്തിനും നന്ദി. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വചനമാണ്. ഗനസ്രത്ത് തടാകത്തിൽ രാത്രി മുഴുവൻ പരിശ്രമിച്ചിട്ടും ഫലം കിട്ടാതെ വിഷമിച്ച് നിരാശയും ക്ഷീണവും ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് ഈശോ പറഞ്ഞപ്പോൾ ഈശോയുടെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ശിമയോൻ വലയിറക്കുകയാണ്. മീനില്ലാത്ത കടലിൽ നിന്ന് മീൻ പിടിക്കാനുള്ള ഒരാഹ്വാനമാണ് ഈശോ നൽകിയത്. മനുഷ്യശ്രമം പരാജയപ്പെടുമ്പോൾ ദൈവവചനത്തിൽ വിശ്വസിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇല്ലാത്തെന്ന് തോന്നുന്നത്, അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാണ്. ആ ദൈവാനുഭവമാണ് നമുക്കും അനുഭവിക്കാൻ സാധിക്കുന്നത്. എൻ്റെ വചനം നിങ്ങൾ പാലിച്ചാൽ ഇഷ്ടമുള്ളത് ചോദിക്ക്, നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വചനം പറയുന്നത്. മനുഷ്യന് അസാധ്യമായ രക്ഷാകര പദ്ധതികൾ ദൈവം ഉടമ്പടിയിൽ കൂടിയാണ് ചെയ്യുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വചനം പറയുന്നത്, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളുമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ അധ്വാനിച്ചിട്ടും ഫലമൊന്നും കിട്ടാതെ വരുമ്പോൾ, നിരാശയിലും ബുദ്ധിമുട്ടുകളിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുമ്പോൾ, രോഗരാജ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കാതെ ആവാതെ നിൽക്കുമ്പോൾ, ഉടമ്പടിയിൽ ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം നമുക്ക് ഉറപ്പ് നൽകുന്നത് ദൈവകൃപ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്.
ഐസയ പ്രവാചകൻ്റെ പുസ്തകം 57 അധ്യായം 18 വചനം പറയുന്നത്, ഞാൻ അവൻ്റെ വഴികൾ കണ്ടു, എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും, അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കും, അവനെ പ്രതി വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരാൻ ഇടയാക്കുമെന്നാണ്. പലപ്പോഴും ഒരുപക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ വഴികളിലൂടെ അല്ലാതെ യാത്ര ചെയ്യുന്നുണ്ടാവാം. എങ്കിലും ആ കൂടെയില്ലാത്ത സമയത്തും നമ്മെ സുഖപ്പെടുത്തുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കുമെന്ന് പറയുന്ന കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. അവനെ പ്രതി വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ പാടുവാൻ ഇടയാക്കുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ കൂടെയുള്ളത്. ശരിയായ വഴിയിലൂടെ തിരിച്ചു കൊണ്ടുപോകുവാനും ആശ്വാസം നൽകാനും ദുഃഖത്തിലും ദുരിതത്തിലും കൂടെ നിൽക്കുവാനും നമ്മുടെ കുടുംബ പ്രശ്നങ്ങളിലും എന്ത് പ്രശ്നങ്ങളിലും പരിഹാരം നൽകി നമ്മളെ അനുഗ്രഹിക്കുവാനുമുള്ള ഒരു കൃപയാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. കൃപാസനത്തിലെത്തുന്നവരെ, ഉടമ്പടി മക്കളെ ആശ്വാസത്തിലേക്ക് നയിക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. നാം എത്ര ദൂരെ പോയാലും നമ്മളെ കരം പിടിച്ച് തിരിച്ചു വിളിച്ച് ശരിയായ വഴിയിലൂടെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് ഉടമ്പടി ദൈവം. ഉടമ്പടിയിലൂടെ അമ്മയെ അനുഗ്രഹിക്കുന്ന സംരക്ഷിക്കുന്ന അമ്മയാണ് കൃപാസനം അമ്മ. തെറ്റുകൾ ചെയ്താലും നിരാശപ്പെടാതെ നമുക്കൊരു ചാൻസും കൂടെ നൽകുന്ന, ഒരു അവസരം ഒരുക്കുന്ന, ദൈവത്തിലേക്ക് മടങ്ങുവാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണ് ഉടമ്പടി. ഉടമ്പടിയിലൂടെ ഹൃദയത്തിലെ മുറിവുകൾ മാത്രമല്ല, മനസ്സിലെ ദുഃഖങ്ങളും ആത്മീയ ശക്തിയുമൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. മരീന ചെറിയാൻ എന്ന മകളുടെ സാക്ഷ്യത്തിൽ ഈശോയുടെയും അമ്മയുടെയും കൂടെ നിൽക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 10:20 പറയുന്ന പോലെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 11:24 പറയുന്നത്, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിലും കിട്ടില്ല, പ്രതീക്ഷയില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിലൂടെ കൂടുതൽ ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, മരീന ചെറിയാനും കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ രോഗസൗഖ്യത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. ഇതിന് മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ പേര് ശാലിനി. ഞാൻ കൊട്ടാരക്കര പുത്തൂരിൽ നിന്നാണ് വരുന്നത്. ഇത്രയും എനിക്ക് അമ്മ മാതാവും കർത്താവും തന്ന അനുഗ്രഹത്തിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു. ഞാൻ 10/2/2024 ഉടമ്പടി എടുത്തത്. എൻ്റെ വീട് ജപ്തിയായിട്ടിരുന്നതായിരുന്നു. ആ സമയത്ത് ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയായിരുന്നു. ഒരുപാടെടുത്ത് പോയി പൈസയ്ക്കായിട്ട് ആർക്കും സഹായിക്കാനൊക്കാത്തൊരവസ്ഥയായിരുന്നു. അവസാനം 2 വർഷമായിട്ട് ജപ്തിയായിട്ട് കിടന്നതായിരുന്നു. പിന്നെ 1,80,000 രൂപ അടയ്ക്കണമായിരുന്നു. അതിന് പൈസ ഇല്ലാതെ വന്നപ്പോൾ ഞാൻ നിൽക്കുന്ന ജോലി സ്ഥലത്ത് എന്നെ അറിയാവുന്നൊരു അധ്യാപകൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു, ശാലിനി ഒരു കാര്യം ചെയ്യ്, കൃപാസനത്തിലൊന്ന് പോയിട്ട് വരാൻ പറഞ്ഞതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്നു. പക്ഷെ ഒരുപാട് ദൂരം നിന്ന് വരുന്നതുകൊണ്ട് എനിക്കന്ന് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മയോട് പറഞ്ഞിട്ടാണ് പോയത്, എൻ്റെ ജപ്തിയിൽ നടപടി മാറ്റിത്തരുവാണെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കുമെന്ന്. ഞാൻ വീട്ടിൽ ചെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തരത്തില്ലെന്ന് പറഞ്ഞവർ വരെ എനിക്ക് പൈസ തന്ന് സഹായിച്ചു. അന്നേരം എനിക്ക് തോന്നി ബാങ്കിൽ സാറിനെ ഒന്ന് വിളിക്കണമെന്ന്. ഞാൻ ആദ്യം വിളിച്ചു, ഇച്ചിരി കുറവ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു പൈസ. അന്നേരം പറഞ്ഞ് നടക്കത്തില്ലെന്ന്. 2-3 ആവർത്തി വീണ്ടും വിളിച്ചിട്ട് ഒക്കത്തില്ലെന്ന് പറഞ്ഞു. വീണ്ടും പിറ്റേന്ന് എന്നെ വിളിക്കുന്നു, 1,80,000 രൂപ അടയ്ക്കേണ്ടടുത്ത് ഞാൻ വെറും 80,000 രൂപ അടച്ചാൽ മതിയെന്ന്. അങ്ങനെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ഉടനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ഞാൻ പൈസയിലല്ല, ഇത്രയും ഒരുപാട് കടമിടപാടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പൈസയിലല്ല ആഗ്രഹിച്ചത്. എൻ്റെ കുഞ്ഞുങ്ങളെ നല്ല വഴിക്ക് എത്തിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനായിട്ട് എൻ്റെ മോൾക്ക് ക്രിക്കറ്റിനൊരു സെലക്ഷൻ കിട്ടി. കൊല്ലം ജില്ലയിൽ അവൾ കളിക്കാൻ പോയി. പക്ഷേ തലേന്നന്ന് മെഴുകുതിരി കത്തിച്ച സമയത്ത് മാതാവ് ആ മെഴുകുതിരിയിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ എനിക്കറിയായിരുന്നു എൻ്റെ മാതാവ് എന്തെങ്കിലും ഒരു വിജയം എൻ്റെ മോൾക്ക് കൊടുക്കുമെന്ന്. പക്ഷേ കൊല്ലം ജില്ലയിൽ അവൾക്ക് 1ാം സ്ഥാനം കിട്ടി ക്രിക്കറ്റിന്. അത് കഴിഞ്ഞ്
അവൾക്ക് സ്റ്റേറ്റിലോട്ട് സെലക്ഷൻ കിട്ടി. സെലക്ഷൻ കിട്ടുന്നതിന് മുമ്പേ കിട്ടുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഞാൻ അമ്മ മാതാവിനോട് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു, അമ്മേ അവൾക്ക് കിട്ടണേന്ന്. പക്ഷേ അന്നേരവും കൊണ്ടുപോകാനൊരു കാശ് രൂപ കൊടുത്തു വിടാൻ എൻ്റെ കയ്യിലില്ലായിരുന്നു. പിറ്റേന്ന് പോകണം, സെലക്ഷൻ ആയില്ല, തലേന്നേ വിളിച്ചു പറയും. അമ്മ മാതാവിൻ്റെ ഈശോപ്പയുടെ അനുഗ്രഹത്തിൽ 2 ദിവസത്തോടെ നീട്ടിത്തന്നത്. ഞാൻ ഉടനെ ഇവിടെ വന്ന് അമ്മയുടെ ഒരു കാശ് രൂപം കൊണ്ടുവന്ന് എൻ്റെ കുഞ്ഞ് പോയപ്പം മോടെ പോക്കറ്റിലിട്ട് പിന്നു കുത്തി കൊടുത്ത്, എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ 8ാം സ്ഥാനത്തിൽ 1 സ്ഥാനം എൻ്റെ മോൾക്ക് കൊടുക്കണേന്ന്. പക്ഷേ അമ്മ എൻ്റെ കുഞ്ഞിന് 3ാം സ്ഥാനം സ്റ്റേറ്റിൽ കൊടുത്ത് ഒരു വെങ്കല മെഡൽ കൊടുത്ത് അനുഗ്രഹിച്ചു. അത് എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം. എന്നിട്ടും എൻ്റെ മക്കളമാർ വിശ്വസിച്ചിട്ടില്ല. വെഞ്ചരിച്ച ഉപ്പും തൈലമെല്ലാം കൊടുക്കും ഞാൻ, അതിനൊന്നും മടിയില്ല. എന്നാലും അമ്മയിൽ വിശ്വസിക്കുന്നില്ല അവരൊരിക്കൽ പോലും. എന്നിട്ട് ഞാൻ മോളോട് പറഞ്ഞു, മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുക, മോൾ അമ്മയിൽ വിശ്വസിക്കണം. അതിന് മോളൊരു കാര്യം ചെയ്യണം, മോക്ക് 10ൽ A+ ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ A ആയിരിക്കും, അതിനപ്പുറം അമ്മ തരത്തില്ല, കുറഞ്ഞ മാർക്കല്ല അമ്മ മോക്ക് തരുന്നതെന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ അമ്മയെ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം മോക്ക് 10ലെ റിസൾട്ട് വന്നപ്പോൾ 8 A+ഉം 2 Aയും കൊടുത്ത് അമ്മയെ അനുഗ്രഹിച്ച്, ഒന്നും എഴുതാത്ത വിഷയത്തിന് ഹിന്ദിക്ക് വരെ A+ കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിച്ച്. എൻ്റെ മക്കൾ നല്ലതാവണമെന്നേ ഉള്ളൂ എനിക്ക് ആഗ്രഹം. ഇത്രയും നാളും എന്നെ അനുഗ്രഹിച്ച കർത്താവിന് ഈശോപ്പയ്ക്കും ഒരുപാട് നന്ദി. എന്തൊരു വിഷമഘട്ടത്തിലും എന്നെ ഒരുത്തർ സഹായിക്കാനില്ലെങ്കിലും ഞാൻ മെഴുകുതിരി കത്തിക്കുന്ന സമയത്ത് ആ മെഴുകുതിരിയിൽ ആ കരയുന്ന ദിവസം ആ മെഴുകുതിരി അമ്മ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഒരുപാട് രൂപത്തിൽ അമ്മ മിക്കവാറും ഇത്രയും നാളിനകം വെച്ചും ഒരുപാട് വട്ടം ഞാൻ അമ്മയെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മോക്ക് ക്രിക്കറ്റിന് കോച്ചിങ്ങിന് പോകണമെന്നുണ്ട്. അതിന് അമ്മയുടെ കൈ വിടാൻ ഒരുപാട് ചിലവുണ്ട്, പൈസ ഇല്ല. അതുകൊണ്ട് അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്തിൽ അവൾക്ക് സ്പോൺസറായിട്ട് ഒരുപാട് പേര് വന്ന് ഇപ്പം അവരുടെ ചിലവിൽ അവൾ പോകുന്നത് കോച്ചിങ്ങിന് കൊട്ടാരക്കര. ഇപ്പം തന്നെ ഒരാൾ വന്ന് 15,000 രൂപ അവൾക്ക് കൊടുത്തു, കിറ്റ് മേടിച്ചു കൊടുത്തു, ഇതെല്ലാം കൊടുത്തു. പിന്നെ അവിടെ ചിലവുകൾ മൊത്തം അവരാ, ഞങ്ങളൊന്നും അറിയണ്ടെന്ന് പറഞ്ഞു. അമ്മ മാതാവ് യേശുവപ്പയും അനുഗ്രഹിച്ചതാ. ഞങ്ങളുടെ കൈ 1 രൂപ അവളെ പഠിപ്പിക്കാൻ, അവൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യമോ അവൾക്ക് ക്രിക്കറ്റിന് പോകണമെന്ന്. പക്ഷേ ഞങ്ങളുടെ കൈ നിവർത്തിയില്ല, ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന കാര്യമല്ല. പക്ഷേ അമ്മ മാതാവ് ഞങ്ങൾക്ക് മുമ്പേ അത് അറിഞ്ഞ് ചെയ്ത് എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കുകയും ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ പൊതിച്ചോറ് കെട്ടി പിന്നെ കൊടുക്കുമായിരുന്നു. പിന്നെ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി പിന്നെ അവിടുത്തെ പിന്നെ രോഗികളെ കാണും. അതുപോലെ വൃദ്ധസദനത്തിൽ അമ്മമാരെയൊക്കെ ചെന്ന് കാണും. അവർക്ക് വേണ്ടുന്ന എന്നെ കൊണ്ട് ഒക്കുന്ന സഹായം ഒരുപാടൊന്നുമില്ലെങ്കിലും എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുക്കും, അവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ദിവസേന ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണാറുണ്ട്, അരമണിക്കൂർ ബൈബിള് വായിക്കാറുണ്ട്. പിന്നെ പത്രം അമ്മയെ യേശുവപ്പയെ അറിയാൻ വേണ്ടി എല്ലാവരോടും പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. അത് പിന്നെ തിരസ്കരിക്കുന്നവർക്ക് ആർക്കും ഞാൻ കൊടുക്കത്തില്ല. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് പേര് ഉടമ്പടി എടുക്കാനും ഞാൻ പറഞ്ഞത് പ്രകാരം പിന്നെ അറിഞ്ഞും കേട്ടും ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും തന്ന അനുഗ്രഹങ്ങൾ തന്നെ അമ്മയ്ക്ക് യേശുവപ്പയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. മരണം വരെ ഞാൻ എൻ്റെ ഉടമ്പടി തെറ്റിക്കത്തില്ല, ഉടമ്പടിയിൽ തന്നെ ആയിരിക്കും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം തിരുവചനം. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനു വേണ്ടിയാണ്. ശാലിനി എന്ന ഈ സഹോദരിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം നമുക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധ അമ്മ അവരുടെ ജീവിതഭാരം ലഘൂകരിക്കുകയും അവരുടെ ആവശ്യങ്ങളിൽ ഉടൻ പരിഹാരമായി അമ്മ ഈശോയിൽ നിന്ന് വലിയ അനുഗ്രഹം നൽകി അവർക്ക് പ്രാപിച്ചു കൊടുത്തു എന്നാണ് ശാലിനി ഇവിടെ ഏറ്റുപറയുന്നത്. 1.5 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു വലിയ എമൗണ്ട് കടം ജപ്തിയായി അവർക്ക് വീട് നഷ്ടപ്പെടും എന്നുള്ള ആശങ്കയിൽ ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ 1,80,000 രൂപ ഇളവ് നൽകി 1,00,000 രൂപ ഇളവ് നൽകുകയും ബാക്കി അടച്ചു തീർക്കേണ്ട പണം വളരെ പെട്ടെന്ന് അവർക്ക് സഹായമായി എത്തുകയും ചെയ്തതിൻ്റെ ഒരു സാക്ഷ്യമാണ്. നമുക്കറിയാവുന്നതുപോലെ
നമ്മുടെ ജീവിതഭാരം ലഘൂകരിക്കുന്ന ഒരവസ്ഥ കൂടി നാം ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ അറിയാത്തവർ, നമുക്ക് യോഗ്യതയില്ലാത്ത അവസരങ്ങളിൽ, സാഹചര്യങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ നമ്മെ എപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്ന, അതെല്ലാം ഈശോയിലേക്ക് അടുക്കാൻ വേണ്ടി അമ്മ നൽകുന്ന ചില ഭൗതിക നേട്ടങ്ങളും അല്ലെങ്കിൽ ചില അടയാളങ്ങൾ മാത്രമാണ്. അതല്ല ഉടമ്പടിയെന്ന് ഓരോ മക്കളും അറിഞ്ഞിരിക്കണം എന്ന് ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മകളുടെ സ്റ്റേറ്റ് ലെവൽ ബ്രോൺസ് മെഡൽ കിട്ടിയ ഒരു അനുഭവം അമ്മ ഇവിടെ പറയുന്നുണ്ട്. ഒരു ക്രിക്കറ്ററായി വളരേണ്ട ഭാവിയുള്ള നല്ല മകളാണ്. പക്ഷേ അമ്മയുടെ ആശങ്ക എൻ്റെ മക്കൾ ഈശോയെ സ്നേഹിക്കണം എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ നമുക്ക് ഈശോയിൽ നിന്ന് ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ തരുന്നത് അത് അവിടെ ഇതാണ് ജീവിതം അല്ലെങ്കിൽ ഇതാണ് എൻ്റെ വിജയം എന്ന് കാണാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഓരോ എക്സ്പ്രഷനിലൂടെ, നമ്മുടെ ഓരോ സംസാര രീതിയിലൂടെയെല്ലാം എനിക്ക് ഈശോ ആരാണെന്ന് പത്രോസിനോട് ചോദിക്കുന്ന പോലെ, നീ എന്നെ സ്നേഹിക്കുന്നു. 3-ാം പ്രാവശ്യവും പത്രോസ് വളരെ സങ്കടപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്, അങ്ങേക്കെല്ലാം അറിയാമല്ലോ. അവിടുത്തെ കൈകൾ കാണിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ ഈശോയ്ക്ക് വന്നു. തോമസിനോട് പറഞ്ഞു, തോമസ്, ഞാൻ ഈശോയെ കാണാതെ, അവിടുത്തെ വിരലുകളിൽ കൈയിടാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് തോമസ് പറഞ്ഞപ്പോൾ ഈശോ തന്നെ അവിടുത്തെ കൈകളും അവിടുത്തെ പാർശ്വവും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരീക്ഷണത്തിന് നാം ഈശോയെ വിട്ടുകൊടുക്കരുത്. കാരണം ഈശോയെ നമ്മൾ സ്വീകരിക്കുന്നു, ഈശോയെ നമ്മൾ അനുഭവിക്കുമ്പോൾ പിന്നെ നമ്മളൊരു അടയാളത്തിൻ്റെ ആവശ്യം നമുക്കില്ല. ഈശോ നമുക്ക് സമീപസ്ഥനാണ്. 2026 വർഷം മുൻപ് ഈ ഭൂമിയിൽ സഞ്ചരിച്ച അതേ ദൈവം നമ്മുടെ കൂടെ ഇന്ന് നടക്കുകയാണ്. പരിശുദ്ധ അമ്മ നമ്മളെ കൈപിടിച്ച് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമുക്കെപ്പോഴും നമ്മെ വിജയിപ്പിക്കുന്ന, ഈ മകൾക്ക് SSLC പരീക്ഷയിൽ ഇത് എനിക്ക് ഇത്രയും 8 A+ കിട്ടിയാൽ അല്ലെങ്കിൽ 10 A+ കിട്ടിയാൽ ഞാനിത് വിശ്വസിക്കാം എന്നൊരു തർക്കം അവിടെ ആവശ്യമില്ല. ഉടമ്പടിയിലാണെങ്കിൽ അത് സാധിച്ചിരിക്കും. കാരണം നമുക്ക് ചെയ്യാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ചാൽ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അതുകൊണ്ട് ഒരനുഗ്രഹത്തിന് ശേഷം ഈശോയെയും അമ്മയെയും നാം വിട്ടുകളയരുത്. അവിടുത്തെ സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കാം. ഈശോ പറയുന്നത് തന്നെയാണ്, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. അതാണ് ഉടമ്പടി. നമുക്ക് നിത്യതയിലേക്ക് സഞ്ചരിക്കാം. ശാലിനിക്കും മകൾക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയ ദൈവപിതാവിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സിമി ആൻ്റണി, ഇതെൻ്റെ മകൾ അമല ആൻ്റണി. ഞങ്ങൾ വരുന്നത് എറണാകുളം നോർത്ത് പറവൂർ സെൻറ്റ് തോമസ് കോട്ടയ്ക്കാവ് ഫൊറോന ചർച്ചിൽ നിന്നാണ്. കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞാണ്. ഹസ്ബൻഡിനോട് ആരോ പറഞ്ഞ് എന്നോട് വന്ന് പറയുകയാണ് ചെയ്തത്. 2023 ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം മക്കളുടെ വിദ്യാഭ്യാസത്തിനും പിന്നെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കുമായിരുന്നു. അതിനെക്കുറിച്ച് മകൾ സംസാരിക്കും. എൻ്റെ പേര് അമല, ഞാൻ നേഴ്സാണ്. 2024 ഓഗസ്റ്റ് 18-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അമ്മ വഴിയാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയാനും മാതാവിനെ പറ്റി അറിയാനും ഇടയായത്. അപ്പോൾ ഞാൻ നഴ്സിംഗ് കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ചേർന്നു. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് പോകണം എന്നുള്ളൊരു മനസ്സിലൊരു ആഗ്രഹം കൊണ്ട് ഞാൻ എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തു. അങ്ങനെ ഉടമ്പടി എടുത്ത് ഒന്നും മര്യാദക്കൊന്നും ചെയ്യില്ലായിരുന്നു. ജസ്റ്റ് എന്താ നടക്കണേന്ന് നോക്കാം, ഇങ്ങനെ എടുത്തിട്ട് കുറേ പേരുടെ ശരിയാവണുണ്ടല്ലോ, അപ്പോൾ ചുമ്മാ തമാശ പോലെ അങ്ങനെ പള്ളിയിലൊന്നും എപ്പോഴും പോവില്ല, ബൈബിളൊന്നും അങ്ങനെ വല്ലപ്പോഴൊക്കെ തോന്നിയാൽ വായിക്കും, അങ്ങനെയായിരുന്നു. പിന്നെ കുമ്പസാരിക്കോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് 2025 ജനുവരിയിൽ എൻ്റെ അനിയന് അങ്ങനെ പുറത്തേക്ക് പോകാനായിട്ടുള്ളൊരു സ്റ്റുഡൻറ്റ് വിസക്ക് പുറത്തേക്ക് പോകാനായിട്ടുള്ളൊരു കാര്യം വന്നത്. അപ്പോൾ തുടങ്ങി ഞാൻ കുറച്ചും കൂടി ഉടമ്പടിയിൽ കാര്യങ്ങളൊക്കെ മര്യാദ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഓൾറെഡി സാക്ഷ്യം കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ ശരിയായപ്പോൾ എനിക്ക് കുറച്ചും കൂടി വിശ്വാസം കൂടി. കാരുണ്യപ്രവൃത്തി കാര്യങ്ങളൊന്നും ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഞാനായിട്ട് അന്വേഷിച്ചിട്ടില്ല എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ, ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, ഞാനായിട്ട് അന്വേഷിച്ചില്ല. അപ്പോൾ ഒരു ദിവസം പള്ളിയിൽ രാവിലെ കുർബാന കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോൾ
ഞങ്ങളുടെ പള്ളിയിലുള്ളൊരു ചേച്ചി, ഉടമ്പടി എടുത്ത ചേച്ചിയാണ്. ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, അമൽ ഇങ്ങനെ നമ്മുടെ ഇവിടെ പുത്തൻവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് അസീസി എന്ന് പറഞ്ഞിട്ടൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെ മെൻ്റലി സ്റ്റേബിൾ അല്ലാത്ത പേഷ്യൻസ് ആണുള്ളത്. അപ്പോൾ ഞങ്ങൾ എല്ലാ ആഴ്ചയും പോകാറുണ്ട്, നീ ഇന്ന് വരണുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ കാരുണ്യപ്രവർത്തികൾ എല്ലാ ആഴ്ചയും മുടങ്ങാണ്ട് ചെയ്യാറുണ്ട്. അന്ന് തുടങ്ങിയാണ് ഓരോ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ലൈഫിൽ വന്നു തുടങ്ങിയത്. അങ്ങനെ ഞാൻ B2 എൻ്റെ ലാസ്റ്റ് B2 പഠനം കഴിഞ്ഞു. അതിൻ്റെ മെഡിക്കൽ ജർമ്മൻ്റെ ക്ലാസ് കഴിഞ്ഞു. അങ്ങനെ എക്സാമിന് ഡേറ്റ് എടുത്തു. ഡിസംബർ 11 ആയിരുന്നു എക്സാം. അതിന് മുന്നേ സെപ്റ്റംബറിൽ 26 എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. ജർമ്മനിയിൽ ഒരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ കിട്ടി. ഇൻ്റർവ്യൂ എനിക്ക് ആദ്യമൊക്കെ ഒന്നും കുഴപ്പമുണ്ടായില്ല. പിന്നെ അവസാനം അവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. അവർ 2-3 തവണ എൻ്റെ അടുത്ത് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെടുത്ത് ചോദിച്ചു. പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ടെൻഷൻ അടിച്ചിട്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇൻ്റർവ്യൂ കിട്ടുമൊന്നുമില്ല, ഉറപ്പായി കിട്ടില്ല എന്ന് ഉറപ്പായി. ബാക്കി എല്ലാവർക്കും ഭയങ്കര എളുപ്പമായിരുന്നു. 8 പേരുണ്ടായിരുന്നു. 8 പേരിൽ എനിക്ക് മാത്രം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നത്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും എൻ്റെ പാസ്പോർട്ട് വെച്ചിട്ട് മുട്ടുകുത്തി മാതാവിൻ്റെ നീലത്തിരി കത്തിച്ച് എത്തിക്കുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫോണിൽ എൻ്റെ തിരിയിൽ മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു, പാസ്സായി എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡിസംബർ 11 ഞാൻ 4 മൊഡ്യൂളും ഒരുമിച്ച് എഴുതി. B2 4 മൊഡ്യൂൾ ഒരുമിച്ച് എഴുതി. 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ റിസൾട്ട് വന്നു. ഞാൻ 3 മൊഡ്യൂൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. പക്ഷെ ഞാൻ എഴുതിയ എക്സാം ടെൽക്കായിരുന്നു. ടെൽക്കിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മൊഡ്യൂൾ പാസ്സാണ്, എന്നാലും 4 മൊഡ്യൂൾ പാസ്സായാൽ മാത്രമേ അവർ ഒഫീഷ്യലായിട്ടുള്ള സർട്ടിഫിക്കറ്റ് തരുള്ളൂ. അപ്പോൾ എനിക്ക് സ്പീക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഒഫീഷ്യലായിട്ടൊരു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടും വേറെ അപ്ഡേഷനൊന്നുമില്ല, കോൺട്രാക്റ്റിൻ്റെ കാര്യവും ഒന്നുമില്ല, ഒന്നും അറിയണില്ല. അപ്പോൾ ഞങ്ങളുടെ ഏജൻറ്റിനെ വിളിച്ചന്വേഷിക്കുമ്പോൾ ഇന്ന് വരും, നാളെ വരും, അടുത്ത മാസം വരും, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജോലിക്ക് കയറി. പക്ഷേ 2 മാസം ജോലിക്ക് പോയുള്ളൂ. കാരണം ജോലിക്ക് പോയിട്ട് എനിക്ക് ഉടമ്പടിയിൽ മര്യാദക്കൊന്നും ചെയ്യാൻ പറ്റുള്ള, പള്ളിയിലൊന്നും പോകാൻ പറ്റുള്ള, ധ്യാനമൊന്നും കൂടാൻ പറ്റുള്ള. അപ്പോൾ ഞാൻ ജോലി നിർത്തി. ജോലി നിർത്തിയപ്പോൾ തന്നെ ഞങ്ങളുടെ സാറ് ഇങ്ങനെ വിളിച്ചു, ഇങ്ങനെ ഡീറ്റെയിൽസൊക്കെ അയക്കി, കോൺട്രാക്റ്റിൻ്റെ കാര്യത്തിനും വിസയുടെ കാര്യത്തിനൊക്കെയാണ് ഡീറ്റെയിൽസൊക്കെ അയക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാൻ സ്പീക്കിംഗ് എക്സാം എഴുതിയായിരുന്നു. അങ്ങനെ ഡീറ്റെയിൽസൊക്കെ അയച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സ്പീക്കിങ്ങിൻ്റെ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തു. 12 ഒരു ഏപ്രിൽ 12 ആയിരുന്നു എനിക്ക് എക്സാം. ഏപ്രിൽ 12 എക്സാം അറ്റൻഡ് ചെയ്ത് കണ്ണൂരാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. 13 വീട്ടിലെത്തി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സാർ എന്നെ വിളിച്ചു പറഞ്ഞു, അമലക്ക് 13 അതായത് പിറ്റേ ദിവസം അല്ല 14 പിറ്റേ ദിവസം അമലക്ക് VFS അപ്പോയിൻമെൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സന്തോഷമായോന്ന് ചോദിച്ചാൽ ആയി. പക്ഷെ എന്നാലും എനിക്ക് ഇവിടെ അച്ഛനെ വന്ന് VFS അപ്പോയിൻമെൻറ്റിനൊക്കെ മുന്നേ അച്ഛനെ വന്ന് കാണാനുണ്ടായിരുന്നു. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് പോയി ഓഫീസിൽ പോയി കളക്ട് ചെയ്തു. അപ്പോൾ നോക്കിയപ്പോൾ ഡോക്യുമെൻറ്റ്സിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. പാസ്പോർട്ടിലെ പോലെ അല്ലായിരുന്നു കുറച്ച് കാര്യങ്ങൾ ഡോക്യുമെൻറ്റ്സിൽ അവർ പ്രിൻ്റ് ചെയ്ത് തന്നത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ VFSർക്ക് ഒരു ചെറിയ മിസ്റ്റേക്ക് മതി, അവർ വിസ റിജക്ഷൻ ചെയ്യാതെ ഉറപ്പാണ്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ പാസ്പോർട്ടിൽ ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എക്സാം ചെയ്തത് ടെൽക്കാണ്. അവരതിനകത്ത് പ്രിൻ്റ് ചെയ്തിരുന്നത് ഗോയിത്തയാണ് ഞാൻ എഴുതിയതെന്നായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ മിസ്റ്റേക്കാണ്. പിന്നെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒഫീഷ്യലായിട്ടുള്ളൊരു ലാംഗ്വേജിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. 3 മൊഡ്യൂൾ പാസ്സായി എന്ന് പറഞ്ഞാലും സ്പീക്കിംഗ് കൂടി കിട്ടാത്തത് കൊണ്ട് എനിക്ക് ലാംഗ്വേജിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ സാറിനോട് ചോദിച്ചു, സാർ ഇത് വെക്കണോ, സ്പീക്കിങ്ങിൻ്റെ ഇതും കൂടി റിസൾട്ടും കൂടി വന്നിട്ട് വെച്ചാൽ പോരെ, വെറുതെ റിജക്ഷൻ ആവും, പൈസ പോവില്ലേ എന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു കുഴപ്പമില്ല, ഇതിൻ്റെ ഇടയ്ക്ക് നിനക്ക് റിസൾട്ട് വരാണെങ്കിൽ നമുക്ക് അവർക്ക് മെയിൽ അയക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ച്, ഉപ്പും തൈലവും എല്ലാം ഉപയോഗിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച്, കാശുരൂപവും എല്ലാം ഉപയോഗിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ 14 VFS അപ്പോയിൻമെൻറ്റിന് കൊച്ചിയിൽ പോയി. ഞാനവിടെ ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കയറിയത്. അങ്ങനെ VFS അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞിട്ടും എൻ്റെ ഒരു 4 പേരുണ്ടായിരുന്നു. 4 പേരിൽ 2 പേർക്ക് അതിൻ്റെ മെയിൽ കാര്യങ്ങൾ അപ്ഡേഷൻസൊക്കെ വന്നു. ഒരാൾക്ക് ഡിസ്പാച്ച് ആയി എന്ന് വന്നു, ഒരാൾക്ക് എക്സ്ട്രാ ഡോക്യുമെൻ്റൊക്കെ ചോദിച്ചു. പക്ഷേ എൻ്റെ അടുത്ത് എനിക്ക് മാത്രം ഒരു മെയിലും വന്നില്ല, ഒന്നും വന്നില്ല. അപ്പോൾ എനിക്ക് ഉറപ്പായ ഏകദേശം എന്തായാലും അപ്പോൾ വിസ കിട്ടില്ല, ഇത്രയും മിസ്റ്റേക്സ് ഒക്കെ ഉള്ളതിൽ എങ്ങനെ കിട്ടാനാണ്, വല്ല ഒരെണ്ണമൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ പറയായിരുന്നു.
എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പള്ളിയിൽ ഞാൻ കുർബാനക്ക് പോയേക്കായിരുന്നു. 12-ാം തീയതി 11-ാം തീയതി ഞാൻ കുർബാനക്ക് പോയി പള്ളിയിൽ. അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പള്ളിയിൽ പോയപ്പോൾ അച്ഛൻ കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട് കുമ്പസാരിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഞങ്ങളുടെ പള്ളിയുടെ ബാക്കിലാണ് കുമ്പസാരിക്കാനുള്ള കൂട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അനിയത്തിയും കൂടി പോയി. അപ്പോൾ കുമ്പസാരിച്ച് അവിടെ ഞാൻ ബാക്കിൽ തന്നെ ഇരുന്നു, പിന്നെ ഫ്രണ്ടിലോട്ട് പോയില്ല. ബാക്കിൽ തന്നെ ഇരുന്ന് കുർബാന കൂടി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് തന്നെട്ടാന്ന് പറഞ്ഞിട്ട് കുർബാന കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചേച്ചി എനിക്ക് കൊണ്ട് കൃപാസനത്തിലെ പത്രം തന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഒരു കോൺഫിഡൻസ് ആയി, മാതാവ് തരും എന്നുള്ളൊരു കോൺഫിഡൻസ് ആയത് കഴിഞ്ഞ് അന്നത്തെ ദിവസം ഞങ്ങൾ അസീസിയിൽ കാരുണ്യപ്രവർത്തിക്ക് വേണ്ടി പോയി. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ഇപ്പം മാതാവ് എനിക്ക് തന്ന അടയാളമാണെങ്കിൽ ഇത് കഴിയുമ്പോൾ ഇവിടുത്തെ കാരുണ്യപ്രവർത്തി കഴിഞ്ഞ് വീട്ടിലേക്ക് പോണ സമയത്ത് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ എൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ VFSൻ്റെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ, എന്തെങ്കിലും മെയിലോ എന്തെങ്കിലും വന്നെന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഫോൺ എടുത്ത് ഞാൻ വേഗം ഫസ്റ്റ് തന്നെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഫോണിൽ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയി എന്ന് ഉള്ള മെയിൽ വന്നു. പക്ഷേ എനിക്ക് മാത്രമാണ് എക്സ്ട്രാ ഡോക്യുമെൻറ്റ്സ് ഒന്നും ചോദിച്ചില്ല. കാരണം എൻ്റെ അടുത്ത് മെയിനായിട്ടുള്ള സംഭവം ഇല്ല. മെയിനായിട്ട് വേണ്ടതാണ് ലാംഗ്വേജ് പ്രൂഫ്. അവർക്ക് മെയിനായിട്ടുള്ള സംഭവം ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുമാണ്. എന്നാലും ഞാൻ പറഞ്ഞ പോലെ മാതാവ് എനിക്ക് ഡിസ്പാച്ച് ആയി എന്നുള്ള മെയിൽ തന്നു. അങ്ങനെ അപ്പോൾ 14-ാം തീയതി എനിക്ക് അവരെന്നെ വിളിച്ചു, ബ്ലൂ ഡാർട്ടിൽ നിന്ന് വിളിച്ചു. 14-ാം തീയതി ഈശോൻ്റെ തിരുഹാരോഹണ തിരുനാളായിരുന്നു. അതിന് മുന്നേ എനിക്ക് കിട്ടണം എന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് 13-ാം തീയതി അവരെന്നെ ബ്ലൂ ഡാർട്ടിൽ നിന്ന് വിളിച്ചു, ഇങ്ങനെ പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് പാസ്പോർട്ട് തുറന്നപ്പോൾ എനിക്ക് വിസ അതിനകത്ത് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ എല്ലാ ദിവസവും ഒറ്റയ്ക്ക് കൊന്ത ചൊല്ലി ഇങ്ങനെ തിരിച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ മാതാവിനോട് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 7-ാമത്തെ പേജിൽ എനിക്ക് വിസ അടിച്ച് തന്നോട്ടാ. ഞാൻ ചെറിയൊരു നമ്മുടെ കൃപാസനത്തിലെ പത്രത്തിൻ്റെ ചെറിയൊരു പീസ് 7-ാമത്തെ പേജിൽ ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷേ ആ കാര്യം മറന്നുപോയി. അങ്ങനെ പിന്നെ ഞാൻ പള്ളിയിൽ വിസ കിട്ടിയപ്പോൾ തന്നെ ഞങ്ങളുടെ പള്ളിയിൽ പോയി ഈശോനെ മാതാവിനെയും വിസ കാണിച്ചു. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ കാര്യം ഓർത്തത്. തുറന്നു നോക്കിയപ്പോൾ കറക്റ്റ് 7-ാമത്തെ പേജിൽ എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ടിക്കറ്റിൻ്റെ ടിക്കറ്റിനൊക്കെ ഇപ്പോൾ നല്ല റേറ്റാണ്. അപ്പോൾ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊന്നും പറയണില്ല. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നാളെയാണ് എൻ്റെ ഉടമ്പടി 6ാമത് പുതുക്കണത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, 22-ാം തീയതിയാണ് എൻ്റെ പുതുക്കണത്, എനിക്ക് വ്യാഴാഴ്ച 21-ാം തീയതി വന്ന് സാക്ഷ്യം പറയാൻ പറ്റണോട്ടാന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇന്നലെ സാറ് വിളിച്ച് പറഞ്ഞു, ടിക്കറ്റ് എടുക്കുകയാണ്, പൈസ നീ തരണ്ട, പൈസ നീ അവിടെ ചെന്ന് ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് നിനക്ക് തരാൻ പറ്റുമെങ്കിൽ നീ തന്നാൽ മതി, പൈസ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ടിക്കറ്റ് എടുത്തു. എനിക്കിന്ന് സാക്ഷ്യം പറയാൻ പറ്റി. ഇവിടെ വന്ന് മാതാവിൻ്റെ അനുഗ്രഹത്തിൽ 25-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ്. എല്ലാവർക്കും കിട്ടണ പോലെയല്ല, ഇങ്ങനെ ഒരു മൊഡ്യൂൾ പോലും സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാണ്ട് ആർക്കും ഹോസ്പിറ്റലിലൊന്നും ഇൻ്റർവ്യൂ കിട്ടൂല. അപ്പോൾ വലിയൊരു അനുഗ്രഹമാണ് മാതാവ് എനിക്ക് തന്നത്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോനോട് മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. സ്വർഗാരോഹണ തിരുനാളിന് മുൻപ് മോളുടെ പാസ്പോർട്ട് വിസ അടിച്ച് കിട്ടണമെന്ന് ഞങ്ങൾ നിത്യം പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് പരിശുദ്ധമ്മയുടെ അനുഗ്രഹത്താൽ അത് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടി. പിന്നെ എനിക്ക് ഫിഷർ എന്നുള്ളൊരു അസുഖം ഉണ്ടായിരുന്നു. 4 വർഷത്തോളം നല്ല ബുദ്ധിമുട്ടായിരുന്നു, നല്ല വേദനയാണ്, നീറ്റലും പുകച്ചിലും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ ആയുർവേദം മരുന്ന് ഒരു 2 കോഴ്സോളം അത് കഴിച്ചിട്ടും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടുകയും ചെയ്തതിൻ്റെ ഫലമായി പിന്നീട് ഇന്നേ വരെ ഈ സമയം വരെ അതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിട്ടില്ല. അതിന് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു. പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ നന്നായിട്ട് വണ്ടി ഓടിക്കും, ഫസ്റ്റ് തന്നെ ഞാൻ 8 എടുക്കുമ്പോൾ എനിക്ക് കിട്ടും എന്നുള്ളൊരു ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷേ 4 പ്രാവശ്യം ഞാൻ 8 എടുക്കാൻ പോയിട്ടും എനിക്ക് കിട്ടിയില്ല. 5-ാമത്തെ പ്രാവശ്യം ഞാൻ ഉടമ്പടി കാശ് രൂപം വിശ്വാസ പ്രമാണം ചൊല്ലി വണ്ടിയുടെ ഹാൻഡിലിൽ മുട്ടിച്ച് പിടിച്ചിട്ടാണ് ഞാൻ വണ്ടി ടെസ്റ്റ് ചെയ്തത്. കറക്റ്റായിട്ട് അമ്മ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ ഞാൻ 8 പാസ്സായി. പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി കടബാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം താമസിച്ച വീടും സ്ഥലവും വിൽക്കാനായിട്ട് തീരുമാനിച്ച്, ആരും വന്ന് നോക്കണുണ്ടായിരുന്നില്ല വീട് സ്ഥലം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വീടിൻ്റെ 4 അതിരിലും ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി
പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ വയ്ക്കുകയും നിയോഗമായിട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് അത് വിൽക്കുവാനും സാധിച്ചിരുന്നു. അതിനും പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് പത്രം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലുകളിലും വീടുകളിലും വഴിയാത്രക്കാരിലുമാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ അമല പറഞ്ഞ പോലെ ഞങ്ങളുടെ നാട്ടിലെ മെൻ്റലി വീക്കായ അമ്മമാരെ താമസിപ്പിച്ചിട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾ പോകും. ആഴ്ചയിൽ എല്ലാ ആഴ്ചയും പോകും. അവിടെ അവരെ കുളിപ്പിക്കുകയും അവർക്ക് വസ്ത്രം മാറിച്ച് പുതിയ വസ്ത്രങ്ങൾ ഇടിയിക്കുകയും അവരോട് ഒത്തിരി നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അവരുടെ മുറി ക്ലീൻ ചെയ്യും. അവരുടെ മുറി ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മോഷനും യൂറിനൊക്കെ പോയിട്ട് ബെഡേയിലും താഴെയിലൊക്കെ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുകയായിരിക്കുള്ളൂ. ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് ഈശോയ്ക്ക് വേണ്ടിയും പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് വിചാരിച്ച് ഞങ്ങൾ 2 പേരും ചെയ്തു. പിന്നീട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇന്നേ വരെ ഞങ്ങളത് മുടക്കിയിട്ടില്ല. പിന്നെ കാരുണ്യ പ്രവർത്തികളിൽ ഞങ്ങളൊരു വീട്ടിലെ അംഗങ്ങളെ സഹായിക്കുമായിരുന്നു. ഞങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് എല്ലാ മാസവും പറ്റുന്ന മാസങ്ങളിൽ ഞങ്ങൾ അവർക്ക് കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് ഞങ്ങൾ അച്ഛൻ്റെ ഉടമ്പടി പ്രാർത്ഥന ഒറ്റ ചൊവ്വാഴ്ചയെ ഞാൻ മുടക്കിയിട്ടില്ല. അപ്പോൾ ചൊവ്വാഴ്ച കൂടാൻ പറ്റിയില്ലെങ്കിൽ തന്നെ വ്യാഴാഴ്ചക്കുള്ളിൽ ഞാൻ അതെങ്ങനെയെങ്കിലും കണ്ടു തീർക്കും. അത് സ്റ്റാറ്റസ് ഇടും, ഷെയർ ചെയ്യും. പിന്നെ ഡെയിലി ബ്രെഡ് അത് ഇന്ന് രാവിലെ കൂടി ഞങ്ങൾ 5:30 പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അത് സ്റ്റാറ്റസ് ഇടും, ഷെയർ ചെയ്യും. പിന്നെ ഞാൻ സാക്ഷ്യം കേൾക്കണത് ജോലിക്കിടയിലാണ്. 5 സാക്ഷ്യം വരെ ഒരു ദിവസം ഞാൻ ജോലിയുടെ ഇടയിൽ കേൾക്കാറുണ്ട്. അത് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. വിശുദ്ധ കുമ്പസാരം 2 ആഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരം അത് മുടക്കിയിട്ടില്ല. പിന്നെ ബൈബിൾ വായന അതെല്ലാ ദിവസവും ബൈബിൾ വായിക്കും. പണ്ടൊക്കെ ബൈബിൾ വായിക്കാൻ ഭയങ്കര മടിയാണ്. ഒരു 2-3 വാക്യങ്ങൾ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ചൊല്ലും, അത്രേ ഉള്ളൂ. ഇപ്പോൾ കുടുംബ പ്രാർത്ഥന പോലും ഞങ്ങൾ എവിടെയെങ്കിലും പോയാൽ തന്നെ ഇത്ര വൈകിയാൽ തന്നെ മടി കൂടാണ്ട് കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലും. പിന്നെ ഞങ്ങൾ ഒരു ഗ്രൂപ്പുണ്ട്, ഉടമ്പടി എടുത്ത എല്ലാവരുടെയും കൂടെ ഒരു ഗ്രൂപ്പുണ്ട്. ഞങ്ങളെല്ലാവരും പള്ളിയിൽ മാസത്തിൽ ഒരു തവണ ഒത്തുചേർന്ന് അവിടെ 1000 മണി ജപമാല ചൊല്ലാറുണ്ട്. അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ദൈവപിതാവിനും ഒത്തിരി നന്ദി പറയുന്നു. ഇനിയും ഞങ്ങൾ ഈ ഉടമ്പടിയിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകുകയില്ലെന്ന് പരിശുദ്ധ അമ്മയോട് ഞങ്ങൾ വാക്ക് പറയുന്നു. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. സങ്കീർത്തനം 91:1 ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സ്ഥിരമായി ജീവിക്കുവാൻ ശ്രമിക്കുന്നവരാണ് ഉടമ്പടി മക്കൾ. അത് ഒരു വെറും വിശ്വാസമല്ല, മറിച്ച് ദൈവത്തോടുള്ള ഒരു ആത്മീയ ബന്ധമാണ്. ദൈവം തൻ്റെ ജനത്തെ സ്നേഹത്തോടെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവമാണ്. തണൽ എന്നത് ഒരു സംരക്ഷണമാണ്. സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവർ ഇന്ന് ഒരുപക്ഷെ ഉടമ്പടി മക്കളാണ്. ആ ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ കരുതലും സ്നേഹവുമാണ് ഓരോ ഉടമ്പടി മക്കളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടുത്ത ചൂടിൽ തണൽ ആശ്വാസം നൽകുന്നത് പോലെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ, കണ്ണുനീരിൻ്റെ നടുവിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്നതും ഒരു വലിയ തണലാണ്. നമ്മളെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന്, ആ ദൈവ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല തണൽ നൽകുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ജീവിതത്തിൻ്റെ ഭയങ്ങളും അനിശ്ചിതത്വങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമെല്ലാം ഉടമ്പടിയിലെ നിയോഗങ്ങളായി നമ്മൾ സമർപ്പിക്കുമ്പോൾ അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുവാൻ നമുക്കുള്ള ഒരു അവസരമാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആ തണലിലേക്കാണ് പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ നമ്മെ ഓരോരുത്തരെയും കരം പിടിച്ച് നയിക്കുന്നത്.
കർത്താവാണ് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് ഓരോ സാക്ഷ്യപ്പെടുത്തലിൽ നിന്നും ഉച്ചത്തിൽ നമ്മൾ വിളിച്ചു പറയുന്നത് ആ സ്നേഹത്തെ പറ്റിയാണ്. സിമി ആൻ്റണിയും മകൾ അമലയും നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ പറ്റിയാണ്. ആദ്യമൊക്കെ ഹസ്ബൻഡാണ് ആദ്യം ഉടമ്പടിയെ പറ്റിയും കൃപാസനത്തെ പറ്റി പറയുകയും പിന്നീട് ഈ മകൾ വന്ന് സിമി വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ മൂത്ത മകന് വേണ്ടി പ്രാർത്ഥിച്ചു. അതായിരുന്നു അവിടെ ഒന്നാമത്തെ സാക്ഷ്യം. മോൻ ജോലിക്കായി മാൽട്ടയിലേക്ക് പോയി. പിന്നീട് രണ്ടാമത്തെ മകൾക്ക് വേണ്ടിയിട്ടുള്ള നിയോഗമായിരുന്നു. മോള് നഴ്സിംഗ് കഴിഞ്ഞ് ജർമ്മൻ പഠിച്ചു, ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴാണ് B2 എക്സാമൊക്കെ പാസ്സാവണം. മകൾ അമല ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി കേട്ടപ്പോൾ അധികമൊന്നും വിശ്വാസമില്ലായിരുന്നു. പ്രാർത്ഥനയിലോ ഉടമ്പടി ജീവിതത്തിലോ വിശ്വാസ ജീവിതത്തിലോ ആത്മീയ ജീവിതത്തിലോ അധികം ആഴപ്പെടാത്ത ഒരു മകളായിരുന്നു. പിന്നീട് സഹോദരൻ ജോലി കിട്ടിപ്പോയപ്പോൾ കുറച്ച് വിശ്വാസമായി. അനുഗ്രഹം ലഭിച്ചപ്പോൾ വിശ്വാസത്തിലേക്ക് ഒരു ചുവട് വയ്ക്കുവാനായിട്ട് സാധിച്ചു. പിന്നീടാണ് മകൾ അമല തന്നെയാണ് വീണ്ടും ഉടമ്പടി എടുക്കുകയും ഉടമ്പടി കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ മകളുടെ ജീവിതത്തിലും ഈശോയുടെയും അമ്മയുടെയും സംരക്ഷണവും അനുഗ്രഹവുമാണ് നാം കേൾക്കുവാൻ സാധിക്കുന്നത്. പിന്നീട് B2 എക്സാം പഠിച്ചു, പാസ്സായി. നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമൊക്കെ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഓരോ ഇൻ്റർവ്യൂവിനും എക്സാമിനുമൊക്കെ ഈ മകൾ പോയിക്കൊണ്ടിരുന്നത്. കാശിരൂപം കയ്യിൽ മുറുക്കെ പിടിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എല്ലാ മൊഡ്യൂളും പാസ്സാകാൻ സാധിച്ചു. പിന്നീട് VFS അപ്പോയിൻമെൻ്റാണ്. അവിടെ ചെന്നപ്പോഴും ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു പേപ്പേഴ്സ് വർക്കിന്. കാരണം പാസ്പോർട്ടിൽ ഡാമേജ് ഉണ്ടായിരുന്നു. പിന്നീട് ഫസ്റ്റ് പേജിൽ തന്നെ മിസ്റ്റേക്സ്, പിന്നെ ലാംഗ്വേജ് പ്രൂഫില്ല. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ VFSന് വെച്ചപ്പോൾ ഒത്തിരി ഭയമുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവിടെയും ഈശോയുടെ അമ്മയെയും കരങ്ങൾ മുറുക്കെ പിടിച്ചുകൊണ്ടാണ് ഈ മക്കൾ ഓരോ കാര്യത്തിനും പോകുന്നത്. അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കി അന്നും ഈ മകൾ പ്രാർത്ഥിച്ചപ്പോൾ മെഴുകുതിരിയിൽ പരിശുദ്ധ അമ്മയുടെ രൂപം നല്ല വ്യക്തമായിട്ട് തന്നെയാണ് കൃപാസന അമ്മ ഈ മകൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഈ മകളോട് പറഞ്ഞത്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ആ ദൈവ സാന്നിധ്യവും ആ ദൈവത്തിൻ്റെ തണലുമാണ് ഈ മകൾ പ്രാർത്ഥിച്ചപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ദൈവ സാന്നിധ്യത്തോടു കൂടെ തന്നെയാണ് കാശിരൂപം കയ്യിൽ പിടിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് മോൾ ഓരോ കാര്യത്തിനും അമല പോയത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായിട്ടും ഒരു കുറവുമില്ലാതെ പാസ്പോർട്ട് അടിച്ചു വരികയും അത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് മനസ്സിലാക്കി തന്നെയാണ് 7ാമത്തെ പേജിൽ തന്നെ, അതായത് നമുക്കറിയാം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഡിസംബർ 7-നാണ്, 2004 ഡിസംബർ 7 2:30 ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ 7 എന്ന അക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അങ്ങനെ ഈ മകൾക്കും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തന്നെയാണ് 7 എന്ന പേജിൽ തന്നെ ഈ മകൾക്ക് വിസ അടിച്ചു വന്നത്. അതും അമ്മയുടെ ഒരു വലിയ സാന്നിധ്യവും കൃപയുമായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ ജർമ്മനിക്ക് നേഴ്സായിട്ട് തന്നെ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. അത് എൻ്റെ മെറിറ്റല്ല, ദൈവത്തിൻ്റെ കൃപയാലാണെന്നാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവിടെയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമുണ്ട്. വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ മുന്നോട്ട്, ഓരോ പേപ്പർ വർക്കും ഒരു പ്രശ്നവുമില്ലാതെ എല്ലാ തടസ്സങ്ങളും മാറ്റി. നമുക്കറിയാം പല മാസങ്ങളും വർഷങ്ങളും വെയിറ്റ് ചെയ്ത ഓരോ സാക്ഷ്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ ഈ മകളുടെ കാര്യത്തിൽ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ പെട്ടെന്നാണ് ഇടപെട്ട് എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത്. തന്നെയുമല്ല രോഗസൗഖ്യങ്ങളും അതുപോലെ തന്നെയാണ്. ഫിഷർ എന്ന അസുഖവും പിന്നെ ഈ മകൾക്ക് ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗത്താലാണ് രോഗസൗഖ്യം ലഭിച്ചത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാനായിട്ടും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. 2-3 വർഷത്തോളം വീടും സ്ഥലവും വിൽക്കാനായിട്ട് ഇട്ടിരുന്നു. പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ വീടും സ്ഥലവും വിൽക്കുവാൻ സാധിച്ചത്. അവിടെയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മയും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്താലും ഇവരുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുവാനായിട്ടാണ് സാധിച്ചത്. ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം
വളരെ വ്യക്തമായിട്ടാണ് ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് കാരുണ്യ പ്രവർത്തികൾ. എന്തുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് മുന്നോട്ടാകുന്നത്? ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പലപ്പോഴും പറയും, വിശേഷവിധിയായിട്ട് നാം എന്താണ് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത്, നമ്മളെക്കൊണ്ട് ദൈവത്തിനേത് പ്രയോജനം എന്നൊക്കെ പലപ്പോഴും അച്ഛൻ നമ്മളോട് ചോദിക്കാറുണ്ട്. ഈ അമ്മയും മകളും കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തത് മെൻ്റലി സിക്കായിട്ടുള്ള രോഗികളുടെ അടുത്ത് പോയി. നമുക്കറിയാം അവിടുത്തെ എത്രമാത്രം ബുദ്ധിമുട്ടാണ് അവരെ ശുശ്രൂഷിക്കാൻ. പക്ഷേ അവിടെ സ്ഥിരമായിട്ട് പോയി അവരെ കുളിപ്പിക്കുകയും അവരുടെ ഡ്രസ്സ് അവർ റൂം ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കൃപയായിട്ടാണ്. ഇത് കൃപയുണ്ടെങ്കിൽ നമുക്കതൊക്കെ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതും ഈശോയുടെ അമ്മയുടെ സ്നേഹത്തെ പ്രതിയാണ് ഇവരമ്മയും അമ്മ സിമിയും മകൾ അമലയും അത് ചെയ്തെന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈശോയുടെ അമ്മയുടെ സ്നേഹം, നമുക്ക് കിട്ടുന്ന ഓരോ സ്നേഹത്തിനും ഈശോയ്ക്കും അമ്മയ്ക്കും കൊടുക്കാവുന്ന സ്നേഹം ഇത് മാത്രമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമ്മൾ കിട്ടിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയുമാണ്. ഇങ്ങനെയാണ് ഈ കുടുംബം ജീവിതത്തിൽ, ഉടമ്പടി ജീവിതത്തിൽ ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുന്നത്. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുവാനുള്ള അനുഗ്രഹം ഇവർക്ക് ലഭിക്കുകയും ആ തണലിൽ, സർവശക്തൻ്റെ തണലിൽ കഴിയുവാനുള്ള ആ കൃപയാണ് ഇവർക്ക് ലഭിച്ചത് ഉടമ്പടിയിലൂടെ. കർത്താവിനോട്, ലോകത്തോട് ഇന്ന് ഏറ്റുപറയുകയാണ്, ദൈവമാണ്, കർത്താവാണ് എൻ്റെ സങ്കേതം, എൻ്റെ കോട്ട, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് അവരുടെ സാക്ഷ്യത്തിലൂടെ അവർ വിളിച്ചു പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ സംരക്ഷണവും കൃപയും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന്, ആ സുരക്ഷിതമായ അഭയസങ്കേതത്തിൽ നമ്മളെയും എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടിയിലൂടെ കൂടുതൽ തീഷ്ണതയോടെ സ്നേഹത്തോടെ കഴിയുമ്പോഴാണ് ആ ദൈവമാണ് എൻ്റെ സങ്കേതം, എൻ്റെ കോട്ടയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മ സ്നേഹത്തോടെ ദൈവത്തോട് നൽകിയ യെസ് എന്ന വാക്കാണ്, അതേ എന്ന വചനമാണ് ലൂക്ക് 1:38 പറയുന്നത്. അതുകൊണ്ടാണ് സർവശക്തൻ്റെ നിഴൽ അമ്മയുടെ മേൽ പതിഞ്ഞത്. അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ നമുക്ക് സർവശക്തൻ്റെ തണലിൽ പാർക്കാൻ ഭയപ്പെടാതെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സിമി ആൻ്റണിക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.